ഓണം പ്രോഗ്രാമാണ്. അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾക്ക് ഇന്ന് ഈ പ്രോഗ്രാം ആദ്യം ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ഹാപ്പിനെസ് മാസ്റ്ററി ഹബിലെ കുടുംബാംഗമായ അംബിയ ചേച്ചിയെ ഞാൻ ക്ഷണിക്കുകയാണ്. അംബിയ ചേച്ചി, പ്ലീസ്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. താങ്ക് യു ചേച്ചി. ഇനി നമുക്ക് നമ്മുടെ ഈ ഓണ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ദിനേശ് സാറിനെ ക്ഷണിക്കാം. നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിലെ ഓരോ വ്യക്തിയുടെയും അവരവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം വളരാനും അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും പുതിയ പുതിയ അറിവുകൾ നമുക്ക് പകർന്നു തരാനും ഒക്കെ ദിനേശ് സാർ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിയായിട്ട് ഇപ്പോൾ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറം പകർന്നതെന്ന് ദിനേശ് സാറിന്റെ കുടുംബത്തെയും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒത്തുചേരുന്ന ഈ ഒരു വേള ഒരുക്കി തന്ന ദിനേശ് സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സാറിനെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനായിട്ട് ക്ഷണിക്കാം. താങ്ക് യു സർ, പ്ലീസ്. താങ്ക് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. വെരി ബ്ലെസ്ഡ് ഡേ എന്ന് കാണുന്നത് ഉച്ചങ്ങോട്ടേക്ക് ഇവിടെ ഒരാൾ. ഞങ്ങള് 3 പേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഫംഗ്ഷനിൽ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ, ഓൺലൈൻ പരിപാടിയിൽ ഇരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം, എല്ലാവരുടെയും അനുഗ്രഹങ്ങളും നമുക്കും ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും അനുഗ്രഹവും ആശീർവാദവും നൽകിക്കൊണ്ട് ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി ഷെയർ ചെയ്യണം. വളരെ മനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരമായ ഒരു ഓണാഘോഷമായിരുന്നു ഇന്ന് നടന്നത്. ഞങ്ങൾക്കിന്ന് എങ്ങനെയാ പറയാന്നറിയില്ല. ഞങ്ങളുടെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരാളുടെ കൂടെ പോയി ഓണസദ്യയൊക്കെ കഴിച്ചു. നമുക്ക് ഇന്ന് അതിനേക്കാളും ഭയങ്കര രസമുള്ള നമ്മുടെ പിങ്ക് ആനയെ തന്നെ ഇന്ന് അവിടെ കണ്ടു എന്നുള്ളത്. ആ പിങ്ക് ആനയ്ക്ക് അത്രയും പ്രത്യേകത ഉണ്ട്. നമ്മളൊരു ദിവസം പിങ്ക് ആനയെ പറ്റി ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ കുറേ ആൾ അതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷൻ നടത്തി. അത് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ അന്നേരം മനസ്സിലാക്കിയില്ലായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് ഞങ്ങളുടെ 2 ഷർട്ട് മാച്ച് ആണല്ലോ എന്ന് പറയുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഇത് പിങ്ക് ആണല്ലോ എന്ന് ഓർത്തത്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ. ഓണവും ഇന്നലെ പറഞ്ഞ ഇതേ സംഭവം തന്നെയാണ്. ഓണാഘോഷവും മാനിഫെസ്റ്റേഷനും എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു വളരെ പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു ഇന്ന് സംഭവിച്ചത്. ആൾക്കാർ ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടും ഞങ്ങളുടെ ഷർട്ട് മാച്ചായി, ഷർട്ടും ഇതും ഏകദേശം മാച്ചായി. അതുപോലെ തന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ആനയും മാച്ചായി. അതുപോലെ തന്നെ കുറേ ദിവസം ഈ നമ്മുടെ കൂടെയുള്ള ഒരു സീമൺ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡന്റ് കുറച്ച് കാലങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കുന്നു അബുദാബിയിൽ ഒന്നിച്ച് കാണാമെന്ന്. പക്ഷെ ഇതുവരെ അതിന് സാഹചര്യം ഒത്തില്ല. രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് പുള്ളിയോട് പറയും എന്നാ പിന്നെ ഇന്ന് അങ്ങോട്ട് വന്നു കളയാമെന്ന് പറയുകയും അവൻ അവിടെ നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഒരു തരത്തിലും നമ്മൾ ഈ റഷുകൾ ബാധിക്കാതെ പോയി അവിടെ ഇരിക്കുന്ന പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട സ്ഥലത്ത്
ജസ്റ്റ് വണ്ടി എത്തുകയും അവിടെ പാർക്കിംഗ് കിട്ടുകയും അവിടെ നിന്ന് ഇറങ്ങി നേരെ റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആരോ കരുതി വെച്ച പോലെ 4 സീറ്റ് അവിടെ റെഡിയാണ്. അത്രയും ഭംഗിയായി തന്നെ ഭക്ഷണം കഴിച്ചു വന്നു. സന്തോഷമാണ്. കാരണം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ കൂട്ടായ്മയിലുള്ള ആൾക്കാരുടെ സെനർജിയാണ് നമുക്ക് അവിടെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നത്. അത്തരം സെനർജിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് കാര്യവും സാധിക്കാൻ പറ്റും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത്. ഇനി നമുക്ക് ഓണാഘോഷം നിങ്ങൾ എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവും. എല്ലാവരും കഴിഞ്ഞ വർഷത്തെക്കാളും സന്തോഷപൂർവ്വവും ആഹ്ലാദപൂർവ്വവും മനസ്സറിഞ്ഞും കൊണ്ട് നിങ്ങളുടെ ഓണം ഇന്ന് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പ്രപഞ്ച സത്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ കൂടെ നിൽക്കുന്നത്. ആ സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചു. ഈ വർഷത്തെ ആഘോഷത്തിന് പ്രത്യേകിച്ച് ഉന്മേഷം മാത്രമല്ല, എന്തോ ഒരു ദൈവികത കൂടി ഉണ്ടായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ആ ദൈവികതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്, അല്ലെ? ആ ദൈവികത എന്നും നമുക്ക് ഉണ്ടാവട്ടെ. ഇതുപോലെ എന്നും സമ്പൽ സമൃദ്ധമായി ഐശ്വര്യത്തോടുകൂടി നല്ല ചിന്തയോടുകൂടി നല്ല വിഭവങ്ങൾ ഒരുക്കി രുചികരമായി ഭക്ഷണം കഴിക്കുകയും അതിനനുസരിച്ച് നമുക്ക് ആ വിനോദം ഉപാസനകൾ നടത്താനും സാധിക്കുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ രണ്ടുപേരെയും പരിചയപ്പെടുത്തണല്ലോ. ഇത് എൻ്റെ സഹധർമ്മിണി, എൻ്റെ എല്ലാം എൻ്റെ താങ്ങും തണലും, എൻ്റെ എല്ലാ സപ്പോർട്ടും. അതുപോലെ ഈ ഇരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല, എൻ്റെ തന്നെ കോപ്പി പേസ്റ്റ് ആണ്. കാഴ്ചയിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ മുടിയൊക്കെ ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിലുണ്ടായത്. അതുകൊണ്ട് മോള് കൂടി ഉണ്ട്. മോളിപ്പോ ഹോസ്റ്റലിലാണ്, അവൾ വന്നിട്ടില്ല. ഇവനിപ്പോ UAE തന്നെ 2 വർഷം നാട്ടിലായിരുന്നു, ഇപ്പൊ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. അവനെപ്പറ്റി ഞാൻ കൂടുതൽ നിങ്ങളോട് പറയേണ്ടതില്ല. സംസാരിക്കുന്നത് കുറച്ച് അധികം വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇന്നത്തെ പ്രോഗ്രാം ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇനിയുള്ള സമയം ഞാൻ ഇവിടുന്ന് ഒരു വാക്കും സംസാരിക്കില്ല. നിങ്ങൾ എത്രത്തോളം എന്റർടൈൻ ചെയ്യാൻ പറ്റും അത്രയും എന്റർടൈൻ ചെയ്യുക. ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഡാൻസ് കളിക്കുക, പാട്ട് പാടാൻ പറ്റുന്ന പാട്ട് പാടുക. എല്ലാവിധ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഉല്ലസിക്കുക. ഈ സമയം നമുക്ക് നമ്മൾ മെഡിറ്റേഷനിൽ പറയാറുള്ളത് പോലെ ഈ സമയം തികച്ചും നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ മറ്റെല്ലാ കാര്യങ്ങളെയും തൽക്കാലത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായി ആസ്വദിക്കുക, പൊട്ടിച്ചിരിക്കുക, കൈകൊട്ടുക ഒക്കെ ചെയ്ത് നല്ല ഉന്മേഷവാന്മാരായിരിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തിൽ സന്തോഷത്തിൽ എല്ലാ ഗുരു പരമ്പരകൾക്കും സമർപ്പിച്ചുകൊണ്ട് ഇനി എത്രയോ കാലങ്ങൾ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി എല്ലാ ദൈവങ്ങളും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ജയപ്രകാശ് ഒരു കവിത ആലപിക്കും. ജയപ്രകാശിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സാറിന്റെ കോഴ്സ് ചെയ്തതിനു ശേഷം അത് പൂർണ്ണമായി വിശ്വസിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്ന് നല്ല ഒരു യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജയപ്രകാശാണ്. അവനെ ഞാൻ ഒരു കവിത ചൊല്ലാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഹലോ സാർ, ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ചെറുതായിട്ട് പേടിയിട്ടാ. പിന്നെ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പറയാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ പോകണ്ട. ഇത് എൻ്റെ ഒരു കോളേജ് കാലത്തിൽ ഞാൻ ഇതൊരു കവിതയാണ്. അയ്യോ എന്താ പറയാ, തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ഞാൻ പാടാൻ പോകണ്ട. ഞാൻ റെഡി അല്ലേ? കേൾക്കണില്ലേ? ഓക്കെ, റെഡി പറഞ്ഞ ഞാൻ തുടങ്ങാം. കേൾക്കുന്നില്ലേ? മോനെ പാടിക്കും. മോനെ എവരിബഡി റെഡി, എല്ലാരും കേൾക്കാം. റെഡി ജയപ്രകാശ്, പഠിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. കവിതയുടെ പേര് ഉയിരിടം എന്നാണ് കേട്ടോ. പാടാൻ പോവാണ്. പലരായി വന്നു നാം ഒത്തുചേർന്നു, ഉയിരായി നിന്നതേ ഉയിരിടത്തിൽ
പറയാതെ പോയൊരാ പ്രണയങ്ങളും നിനവാർന്നു നിന്നൊരാ നിമിഷങ്ങളും പലരായി വന്നു നാം ഒത്തുചേർന്നു ഉയിരായി നിന്നതീ ഉയിരിടത്തിൽ പറയാതെ പോയൊരാ പ്രണയങ്ങളും നിനവാർന്നു നിന്നൊരാ നിമിഷങ്ങളും കത്തിജ്വലിച്ചൊരാ വിപ്ലവ വീരവും ചെഞ്ചുവ പണിഞ്ഞൊരാ ചങ്കിലെ താളവും പാടിത്തിമിർത്തൊരാ ഓണവും മേളവും മധുമലർന്നൊരാ ഗന്ധർവ യാത്രയും നെഞ്ചിലെ ചാർന്നൊരാ സൗഹൃദ കൂട്ടിലോ പല വയർ നിറച്ചൊരാ ഉരില ചോറിലും നെഞ്ചിലെ ചാർന്നൊരാ സൗഹൃദ കൂട്ടിലോ പല വയർ നിറച്ചൊരാ ഉരില ചോറിലും അറ്റമടുത്തൊരായിവിടത്തെ യാത്രയിൽ ജീവിതം തന്നൊരാ സമ്പാദ്യമായി മഴവില്ലു പോലൊരാ നിറമുള്ളൊരോർമ്മയാൽ മരണമില്ലാതൊരാ സ്വർഗലോകം മഴവില്ലു പോലൊരാ നിറമുള്ളൊരോർമ്മയാൽ മരണമില്ലാതൊരാ സ്വർഗലോകം പലരായി വന്നു നാം ഒത്തുചേർന്നു ഉയിരായി നിന്നതേ ഉയിരിടത്തിൽ പറയാതെ പോയൊരാ പ്രണയങ്ങളും നിനവാർന്നു നിന്നൊരാ നിമിഷങ്ങളും ഇനിയും വിടരണം പൂക്കളും പ്രണയവും പുതുമഴ പെയ്യുന്ന പുലർക്കാലവും ഇനിയും വിടരണം പൂക്കളും പ്രണയവും പുതുമഴ പെയ്യുന്ന പുലർക്കാലവും പുതുമഴ പെയ്യുന്ന പുലർക്കാലവും. താങ്ക് യു ഓൾ. അടുത്തത് നമ്മൾക്കൊരു മത്സരമായാലോ? അംബികേച്ചി. ഓക്കെ. നമ്മുടെ ഇപ്പൊ ഓണപരിപാടിക്ക് സാധാരണ നമുക്ക് ഉണ്ടാവുന്ന ഒരു മത്സരമാണ്, ഒരു കുസൃതി മത്സരമാണ് സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്നുള്ള മത്സരം, അല്ലെ? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? നമ്മളിപ്പോ സാധാരണ ചെറിയ ചെറിയ പരിപാടിയിലെല്ലാം കണ്ണ് കെട്ടി ഒരു സുന്ദരിയുടെ ഫോട്ടോ അവിടെ വെക്കും, അതേപോലെ കറക്റ്റ് ആയിട്ട് പൊട്ടു തൊടുന്നവർക്ക് സമ്മാനം, അല്ലെ? ഇത് ഓൺലൈൻ ആയിട്ട് നടത്തുന്നതാണ് നമ്മള്. അപ്പൊ അതില് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു പിക്ചർ നിങ്ങൾക്ക് കുറെ നമ്പറുകളോട് കൂടിയ ഒരു പിക്ചർ നിങ്ങളെ കാണിക്കും. 5 മിനിറ്റ് ആണ് ടൈം വന്നിട്ടുള്ളത്. ദിനേശ് സാർ ലൈനിലില്ലേ? പിക്ചർ ഷെയർ ചെയ്യണേ കുറച്ച് കഴിയുമ്പോ. പ്രസീത അയച്ചെന്ന് ഫസ്റ്റ് പിക്ചറാണ്. ആ, അപ്പോ അത് ഷെയർ ചെയ്യും. അത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആ അതായത് ആ സുന്ദരിയുടെ പൊട്ട് നിൽക്കുന്ന ആ കോളത്തിന്റെ നമ്പർ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ശ്രദ്ധിക്കും, ഞങ്ങൾ 3 പേര് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ആരാണോ ആദ്യം പറയുന്നത് അവരുടെ ഞങ്ങൾ നോട്ട് ചെയ്യും, എന്നിട്ട് അത് പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. 5 മിനിറ്റ് ടൈം ഉണ്ട്. അത് ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊരു ആ ബോക്സിൽ കുറെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടാവും. ആ പൊട്ട് വരുന്ന സ്ഥലത്തിന്റെ കറക്റ്റ് നമ്പർ, അതായത് നമുക്കൊരു ഫിഗർ കാണുമ്പോൾ അറിയുമല്ലോ ഏകദേശം. കറക്റ്റ് നിങ്ങൾ ഗസ് ചെയ്ത് ആ നമ്പർ കറക്റ്റ് പറയുന്ന ആൾക്ക്, അതായത് കോൺസെൻട്രേഷൻ പവർ ഉള്ളവർക്ക് ഏകദേശം നമുക്കത് കിട്ടും. അപ്പൊ അത് പറയാം. പിക്ചർ കാണാമല്ലോ എല്ലാവർക്കും? ജസ്റ്റ് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കുക. കണ്ടോ? പിക്ചർ വന്നോ? പിക്ചർ വന്നു, കാണാലോ? ആ, ഇനി എല്ലാവരും ചാറ്റ് ബോക്സിൽ നമ്പർ ഇടുക, നമ്പർ ഇട്ട് തുടങ്ങാം. സ്റ്റാർട്ട്.
മ്യൂട്ട് ചെയ്യുന്ന സൗണ്ട് ഇല്ലാണ്ട. അതെ. എല്ലാരും ട്രൈ ചെയ്യുക. ഈ അഡ്മിന്മാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എനിക്ക് ചാൻസ് ഇല്ല എന്ന് പറയുന്നു. ചാൻസ് ഇല്ല. ഞാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ, എന്റെ കൈ പിടിച്ച് വലിച്ചു. കാരണം ആൻസറും കൂടെ അയച്ചു തന്നുകൊണ്ട്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഐ കാൺ സീ എനി ബ്ലാക്ക് മാർക്ക്. ബ്ലാക്ക് മാർക്ക് ഇല്ലല്ലോ, ബ്ലാക്ക് മാർക്ക് അല്ലല്ലോ, ബ്ലാക്ക് മാർക്ക്. നമ്പറാ. യെസ്. എവിടെയാണോ പൊട്ടുന്ന നമ്പർ പറയാൻ എവിടെയാണോ പൊട്ട് വെക്കുന്നത് ആ നമ്പർ പറയാനാണ് ഇവർ പറയുന്നത് അല്ലെ. അതെ അതെ. 55 എവിടെ കിടക്കും? അത് ഫേസ് സമയം കഴിയാറായി, പെട്ടെന്ന് പറയാം. 46. അല്ല, ഇത് ചെയ്യാ, കമന്റ് ഇടാ, ചാറ്റ് ബോക്സിൽ ഇടാ. സോറി. ഓക്കെ, കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണേ. ഇന്നെങ്കിലും ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾ ഇരിക്കൂ. ഇത്ര ആൾക്കാരെ ക്യാമറ ഓഫ്. ഇത്രയും ആൾക്കാർ ഇവിടെ സുന്ദരിമാരും സുന്ദരന്മാരും ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിരിക്കുമ്പോൾ എന്താ ചെയ്യുക? ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്. നേരം പബ്ലിഷ് ആയല്ലോ. സോറി. സോറി, ക്ലോസ് ചെയ്യാ. ഒന്ന് ഇടപെട്ടോട്ടെ. ഹലോ, അമ്പേച്ചി പറഞ്ഞോളൂ. അത് ടൈം ഔട്ടായി. പിന്നെ ഇതുവരെ ചാറ്റ് ചെയ്തതില് ഷമീറ, MP ഷമീറ ആദ്യം ചെയ്തു, അതിനുശേഷം ആനന്ദവല്ലി. ഫസ്റ്റ് അല്ലേ വന്നേ, ഇപ്പല്ലല്ലോ. ഫസ്റ്റ് MP ഷമീറയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് MP ഷമീറയ്ക്കാണ് ഓക്കെ. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. 34 ആണ് ആൻസർ. ഒന്ന് ആ പിക്ചർ ഒന്ന്, രണ്ടാമത്തെ പിക്ചർ ഒന്ന് ഷെയർ ചെയ്യോ സർ? രണ്ടാമത്തെ കോളം സൂം ചെയ്ത് നോക്കാമല്ലോ. 34 ഡോട്ട് ഇട്ടിട്ടുണ്ട്. 34ലാണ് ഡോട്ട് കിടക്കുന്നത്. എന്റെ ഗസ്സിംഗ് കറക്റ്റ് ആയിരുന്നു. 34 പറഞ്ഞ ഷമീറയാണ് ഇതിൽ വിൻ ചെയ്തിരിക്കുന്നത്. എവിടെ 34 ഷമീറ? കൺഗ്രാചുലേഷൻ ഷമീറ. 34 എവിടെ ആക്ച്വലി? ആ പൊട്ട് നോക്ക്, അതിനൊരു പൊട്ടുണ്ടല്ലോ. 35, അതായത് ആ കുട്ടിയുടെ നെറ്റിയിൽ കോർണറിലാണ് പൊട്ട് കിടക്കുന്നത്. ആ 34ന്റെ കോർണറിൽ അതാ ബോക്സ് വരുമ്പോ അങ്ങനെ വന്നതാണ്. കറക്റ്റ്. 34 പറഞ്ഞ ആളെയാണ് അന്വേഷിക്കുന്നത്. 34 പറഞ്ഞ ഷമീറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഇവിടെ കാണാൻ. MP ഷമീറ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇത് പുള്ളി ഒന്ന് കാണാം കേട്ടോ. അതാണ് കറക്റ്റ് ആൻസർ പറഞ്ഞ വ്യക്തി. ഇത് ആദ്യമായിട്ടാണോ? മിറാക്കിൾ പറഞ്ഞ ആളല്ലേ നിങ്ങള്? അല്ലേ, നിങ്ങൾ ഇതിനു മുമ്പ് എന്തോ സംസാരിച്ചിരുന്നല്ലോ. നിങ്ങൾ തന്നെയല്ലേ മിറാക്കിൾ പറഞ്ഞ ആള്? അതെ. അപ്പൊ നിങ്ങൾ തീരുമാനിച്ച് ഇറങ്ങിത്തിരുന്നല്ലേ? താങ്ക് യു. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, കൺഗ്രാചുലേഷൻ. താങ്ക് യു. സാറ് സമ്മാനം തരും.
താങ്ക് യു സർ. തീർച്ചയായിട്ടും സമ്മാനം ഉണ്ടായിരിക്കും കേട്ടോ. വരും സമ്മാനം ഉണ്ടായിരിക്കും. ഇനി അടുത്ത ഓർ തുടങ്ങിക്കോളൂ. അടുത്തതായി നമ്മൾ ഈ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അംബികേച്ചി പ്രാർത്ഥന ചൊല്ലിയത് നല്ലൊരു എന്താ പറയാ, എല്ലാ ചാനലുകളിലും ഫേമസ് ആയ അംബികേച്ചി നാസിക കൊണ്ടാണ് നാദവിസ്മയം തീർക്കുന്നത്. അതായത് നമ്മളെല്ലാം ഇപ്പം വായ കൊണ്ടാണ് പാടുന്നത്, അംബികേച്ചി നാസിക കൊണ്ടാണ് നാദവിസ്മയം തീർക്കുന്നത്. ഫ്ലവേഴ്സ്, സി കേരളം, അങ്ങനെ ഒരുപാട് ചാനലുകളിൽ ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. അപ്പൊ അംബികേച്ചിന് ഏതെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. കൂടാതെ നമ്മളെ ഈ ഹാപ്പിനെസ് മാസ്റ്റർ ഹബിൽ 1 year ആയി നമ്മളെ കൂടെ തന്നെ. അതിന്റെ ഒരു ചെറിയൊരു ഭാഗ്യവും സപ്പോർട്ടും ഉയർച്ചയിലേക്കാണ് പോകുന്നത്. അപ്പൊ അംബികേച്ചിനെ ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ പ്ലേ ചെയ്യാം. ഒരു സെക്കൻഡ്. ഇല്ല ഇല്ല ഒരു സെക്കൻഡ്. കേൾക്കാൻ പറ്റുന്നില്ല. അത് അതിൽ തന്നെ ഒരു സൗണ്ടിന്റെ ഒരു ക്ലിക്ക് ഉണ്ട്. ആ അല്ല, ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇതിനേക്കാളൊക്കെ വലിയ സംഭവം ഇവിടെ കാണാതിരിക്കുന്നുള്ളൂ. ഇത് സിയില് അവതരിപ്പിച്ച പ്രോഗ്രാമാണ്. ഇതുപോലെ കുറേ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഇതൊന്നും അല്ല. അവിടെ ഒരു ചെറിയ നമ്മളെന്താ പറയുക, ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മൾ പൂത്തിരി കത്തിക്കാനുള്ള തീപ്പെട്ടിക്കൊള്ളി മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കിടക്കാനുള്ളൂ. അതുകൊണ്ട് അതിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കാണിക്കുന്നില്ല. അങ്ങനല്ല, അത് ഇന്ന് 2 മണിക്ക് വന്ന പ്രോഗ്രാമിന്റെ ഒരു പ്രൊമോ വീഡിയോ ആയിരുന്നു ഇപ്പൊ കാണിച്ചത്. ഇന്ന് എന്റെ ഇത്ര വർഷത്തെ ഓണത്തിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു ഒരു ഉച്ച സമയമായിരുന്നു ഇന്ന്. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ അന്ന് ഇതിനു മുമ്പേ പരിപാടിക്ക് വന്നിരുന്നെങ്കിലും കുറെ നാളത്തെ ഒരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട്, അതായത് സാർ അന്ന് പറഞ്ഞു ഇന്റർനാഷണൽ ലെവൽ വരെ പോകും, ആ രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ. അതായത് നമുക്ക് എന്റർടൈൻമെന്റ് എത്രമാത്രം, നമ്മളെ കഴിവ് എത്രമാത്രം മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രമാത്രം ചെയ്യണം എന്നുള്ള ആ ഒരു എയിമിൽ നമ്മൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് പെട്ടെന്ന് ഒരു കോള് വരികയും ഇതുപോലെ ഒരു ഓണപരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടുകയും നമ്മൾ വിളിച്ചു പോവുകയും ചെയ്തിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇന്നാണ് അത് ഓണനാളിൽ വരിക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിനോട് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. അപ്പൊ ഞാനത് പെർഫോം ചെയ്യാം. അതായത് എന്റെ കുറെ വർഷമായി അത് ചെയ്യുന്നത്. അങ്ങനെ മൂക്കുകൊണ്ട് സംഗീതം ചെയ്യുന്നത്. നമ്മൾ സാധാരണ കുറേശ്ശെ പാടാറുണ്ട്. ഒരു ദിവസം ഞാൻ ഈ മിമിക്രിക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു. കുടുംബശ്രീയിൽ മറ്റേ പല പരിപാടിയിലും മിമിക്രി, അതുപോലെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ മിമിക്രിയിൽ പല ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ എന്നെ കണ്ടെത്തിയ എന്നിലുള്ള ഒരു ചെറിയൊരു കഴിവാണ്. അതിന് കുറച്ച് മോഡുലേഷൻ ചെയ്ത് പാട്ടുമായിട്ട് ഏത് പാട്ട് വേണമെങ്കിൽ നമുക്ക് അതിലൂടെ പാടാം. നിങ്ങൾക്കെല്ലാം പരിചിതമായ മഹാഗണപതി എന്നുള്ള ആ ഒരു കീർത്തനം ഞാനിപ്പോ എന്റെ മൂക്കുകൊണ്ട് പാടാം.
ഒരു സിനിമാ ഗാനം കൂടെ പാടാം. അംബീച്ച് ഒരു മിനിറ്റ്, അംബീച്ച് കുറച്ച് പിറകിലോട്ട് നീങ്ങാൻ പറ്റുമോ? ക്യാമറ എല്ലാം പൊക്കാൻ പറ്റുമോ? ഫുൾ സൈസ് കിട്ടുന്നില്ല വീഡിയോ. അത് സൗണ്ട് കുറയണ്ട അറിഞ്ഞിട്ട് ഞാൻ കുറച്ച് എന്നെ മുമ്പിലോട്ട് വന്നോ, അത്രയും വന്നോ, കുഴപ്പമില്ല. കുറച്ച് മുമ്പിലോട്ട് വന്നോ, കുറച്ച് മുമ്പിലോട്ട് വന്നോ. ഇപ്പൊ റെഡി. സിനിമാ ഗാനം ഏത് പാടണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടും, മെലഡി ഏതെങ്കിലും. ചന്ദനമണി വാതിൽ പാടാം, എല്ലാവർക്കും അറിയുന്ന പാട്ടല്ലേ. എന്നൊരു പാട്ട് കൊണ്ട് പാടാം. പോരെ? താങ്ക് യു. താങ്ക് യു ചേച്ചി. അപ്പൊ അടുത്ത നമുക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങളാവാം. ഓക്കെ, ഫസ്റ്റ് നമ്മള് കമന്റ് ചെയ്താൽ മതി, അപ്പം ആൻസർ ഞങ്ങള് മാർക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യണേ. സ്വന്തമായി കസേരയുള്ള മാൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീഡിയോ ഓൺ ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരിക്കലും പറക്കാത്ത കാക്ക. ഓക്കെ, നെക്സ്റ്റ്, ഒരിക്കലും കായ്ക്കാത്ത മരം. ഓക്കെ, നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഏതാണ്? നെക്സ്റ്റ്, ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം. ഓക്കെ, നെക്സ്റ്റ്, ഏറ്റവും വലിയ നെറ്റ്. ഓക്കെ, നെക്സ്റ്റ്, വഴുവഴുപ്പുള്ള രാജ്യം.
പോയിന്റ് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ ആശലക്ഷ്മി. നെക്സ്റ്റ്, ആരും ഇഷ്ടപ്പെടാത്ത പ്രായം. നെക്സ്റ്റ്, അടിവെച്ചടിവെച്ചു കയറ്റം കിട്ടുന്ന ജോലി. അടുത്തത്, ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. മോനട്ടാ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ. എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത്? പപ്പച്ചിയുടെ ഓണാഘോഷ പരിപാടികളാണ് ഞങ്ങളുടെ പരിപാടി മീറ്റിംഗിൽ കേട്ടോ. ഞങ്ങളുടെ ഓരോ കുസൃതിച്ചോ നിങ്ങളെ പപ്പച്ചിക്ക് ചെയ്യാൻ അറിയാൻ വേണ്ടി പപ്പച്ചി പറയും. ഓക്കെ, ടൈം കഴിഞ്ഞു. ആശലക്ഷ്മി മാർക്ക് ചെയ്തിട്ടുണ്ടാ? അതില് അമൽരാജ് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രസീത. ക്ലാസ്സിലെത്തുന്നത് പറഞ്ഞോളൂ, കൂടുതൽ മാർക്കാനോ? ഓരോരുത്തരുടെയും ഓരോ ആൻസർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, പറയട്ടെ. ഓക്കെ. ഈ മിനി സുരേഷാണ്. ഫസ്റ്റ് ആശ നിതീഷ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് അല്ലേ? സെക്കൻഡ്, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് രാജി മുരളി. മൂന്നാമത്തേത് സുജ. 4 രഹ്ന. 5 ഗീത. 6 സന്തോഷ് പി. 7 പത്മിനി. 8 ജയമോൾ. 9 രാജി മുരളി. 10 സന്തോഷ് പി. 11 അമൽരാജ്. കൂടുതൽ ആർക്കാ? കൂടുതൽ 2 പേർക്ക് ഒരുപോലെ വന്നിട്ടുണ്ട്. സന്തോഷ് പി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. രാജി മുരളി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചോദ്യം കൂടെ ചോദിക്കേ, എന്നുവെച്ചാൽ അതിൽ ആര് ആൻസർ പറയുന്ന അവർക്ക് സമ്മാനം കൊടുക്കും. അമ്പേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അയ്യോ, ഞാൻ ചോദിക്കട്ടെ? ഓക്കെ. രാജ്യമുരളി ആൻഡ് സന്തോഷ് ആൻസർ പറയാ. ഓക്കെ അല്ലേ? ക്വിക്ക് ആൻസർ ആയിരിക്കണം. എന്റെ ഇപ്പൊ വന്ന ചോദ്യമാണ്, വലിക്കും തോറും ചെറുതാകുന്നത് എന്ത്? വലിക്കും തോറും ചെറുതാകുന്നത് എന്ത്? രാജ്യ ആൻഡ് സന്തോഷ് ആൻസർ പറയാ. യെസ്, രാജേഷ് the winner. Cigarette or ബീഡി? Anything. രാജിയാണ് വിന്നർ. രാജിയല്ലേ ഫസ്റ്റ് പറഞ്ഞേ? ഇവിടെ രാജി കണ്ടേ? അതെ ചേച്ചി, അതെ. ഓക്കെ. അപ്പോ ഫസ്റ്റ് രാജി, സെക്കൻഡ് സന്തോഷ്. സാറെ സമ്മാനം. തീർച്ചയായും സമ്മാനം എഴുതി വെച്ചേക്കണം പേര്. ഓക്കെ. നെക്സ്റ്റ്, കുറെ നമ്മുടെ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ആരും
പാട്ട് പാടാൻ കഴിയുന്നവര് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കുള്ള സമയമാണ് അവര് വന്ന് പാട്ട് പാടുക, അല്ലെങ്കിൽ എന്താ അവരുടെ കഴിവ് അത് നമ്മുടെ ഇവിടെ പെർഫോം ചെയ്യുക. ഓക്കെ, ആർക്ക് വേണമെങ്കിലും പാടാം. അവരുടെ എല്ലാവരുടെയും അവരുടെ ഉള്ളിലുള്ള കഴിവ് പ്രകടിപ്പിക്കാം. ഇതില് നമ്മുടെ ഉള്ള ഉണർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് ഈ പരിപാടി വെച്ചത്. അപ്പൊ എന്ത് കഴിവായാലും ആരും ഇവിടെ നാണക്കേടാവേണ്ട. പിന്നെ എല്ലാവരും ഉള്ളു തുറന്ന് പരിപാടി അവതരിപ്പിക്കാം. ഇതിപ്പോ എവിടെയും മത്സരമല്ല, നമ്മുടെ സഭാകമ്പം പോകാനും ഉള്ളിലുള്ള ഭയം പോകാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യാം. സ്മിത, ഓക്കെ. സ്മിത മ്യൂട്ട് ചെയ്തോളൂ. സ്മിത ഐഫോൺ ആണോ? സ്മിത ഏതാ? സ്പോട്ട് ലൈറ്റിൽ ഇടാം. സ്മിത ഐഫോൺ. ഒരു മിനിറ്റ് സ്മിത. ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാനേ. ഒരു സെക്കൻഡ്, കിട്ടിയില്ല. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഈ മല തന്നെ കേട്ടോ. ഒരു സെക്കൻഡ്. ഇവിടെ ചിലക്കൊനി ഒന്ന് കൂടെ ഇരിക്കും പ്ലീസ്. ഹെൽപ്പ് ചെയ്യണോ? ഫൈൻ ഫൈൻ, റെഡി. കൂടെ പണിട്ടോ. സാർ കേക്കുണ്ടോ? ഓഡിബിൾ ആണ്, കറക്റ്റ് ആണ്, ക്ലിയർ. സ്റ്റാർട്ട്. ഈ മലർക്കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. ഈ മലർക്കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. അതിൽ ഒരു തുള്ളി ഞാൻ കവർന്നോ. അതിൽ ഒരു തുള്ളി ഞാൻ നുകർന്നോ. അതിൽ ഒരു തുള്ളി ഞാൻ നുകർന്നോ. അതിൽ ഒരു തുള്ളി ഞാൻ നുകർന്നോ. ഈ മലർക്കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. പിന്നെ ഞാനോദിയ വാക്കിലെല്ലാം എന്തൊരു കുറിച്ചുള്ള പാട്ടിലെല്ലാം എന്തെന്തു മാധുര്യം. ഈ മലർക്കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. അതിൽ ഒരു തുള്ളി ഞാൻ പകർന്നോ. അതിൽ ഒരു തുള്ളി ഞാൻ നുകർന്നോ. ഈ മലർക്കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. നന്നായി പാടി. താങ്ക് യു. വണ്ടർഫുൾ 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 കൊറേ പേടിയായി പാടുമ്പോ. വണ്ടർഫുൾ. അടുത്തതായി ആരാ പാടുക? ഒരു മിനിറ്റ്, സ്മിതയ്ക്ക് ഒരു വളരെ ഹാർട്ട്ലി ആയിട്ടുള്ള കൺഗ്രാറ്റുലേഷൻ പറഞ്ഞോട്ടെ. നന്നായി പാടിയെന്ന് മാത്രമല്ല, അതിന്റെ ആ സമയത്ത് അവിടുന്ന് വേദിയിൽ ആദ്യമായിട്ട് അല്ലെങ്കിലും ആ ഒരു ആങ്സൈറ്റി കാണുന്നുണ്ട്. പക്ഷെ എന്നാലും അത് റിസൾട്ട് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്രീഷിയേറ്റഡ് സ്മിത, വെരി മച്ച് അപ്രീഷിയേറ്റഡ്. കീപ് ഇറ്റ് അപ്പ്. സാർ താങ്ക് യു സാർ. എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാ സാർ. എനിക്ക് ആങ്സൈറ്റി വേണ്ടല്ലോ, ഞാനിവിടെ ഇരിപ്പുണ്ടല്ലോ. എന്തിനാണ്? താങ്ക് യു സാർ. അടുത്ത പ്രാവശ്യം ഇതേ പാട്ട് ഒരു ട്രാക്ക് ഇട്ട് പാടും, നോക്കിക്കോ. നമുക്ക് പാടിക്കാം ബേച്ചി. അതെ അതെ, ഇത് താളമുണ്ട്, നല്ല താളത്തിൽ തന്നെ പാടുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നന്നായിട്ട് പാടാൻ പറ്റും. എനിക്കാളും അങ്ങനല്ല, പേടിയില്ലെങ്കിൽ സൂപ്പറാവും, അതിനേക്കാളും സൂപ്പറാവും. ഓക്കെ. നമ്മളിൽ ക്ലാസിക്കൽ പാടുന്ന ഒരു മാഡം ഉണ്ടായിട്ടില്ലേ സാർ, അവര് കാണുന്നില്ല എന്ന്? ഞാൻ അവര് നോക്കുന്നത്. നിങ്ങൾ വിളിച്ചില്ല നേരത്തെ? അവര് പേഴ്സണലായിട്ട് വിളിച്ചിട്ടില്ല. പ്രസീത, ലക്ഷ്മി, അവരെവിടെ? പ്രസീത ചോദിച്ചില്ലേ? അവർക്ക് പ്രോഗ്രാം ഉണ്ട് തോന്നുന്നു. പ്രോഗ്രാം ഉണ്ടോ? അയ്യോ,
പാടാൻ വരുന്ന ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോളൂ. ആശ വന്ന് പാടും. ചോദിക്കാൻ എന്തിരിക്കുന്നു ആശ, പാടുകയെന്നല്ലേ. ഞാൻ പാടിക്കാം ആശ മാം. ഇവിടെ ആശ അയ്യോ ഇല്ല കേട്ടോ, എനിക്ക് പാട്ട് പാടാൻ അത്ര അറിയത്തില്ല. അല്ല ഞങ്ങളുടെ ആശ ഹസ്ബൻഡ് ആശ മാം, ആശ നിതീഷ്. ഞാൻ രണ്ടുപേര് പാടാം. ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. ആശ നിതീഷ്. ആശ കിട്ടിയില്ലല്ലോ. ഒരു മിനിറ്റ്. പാടട്ടെ? ഒരു മിനിറ്റ് വെയിറ്റ്. ഓക്കെ, റെഡി. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? ഈണം, ഇളിതൻ ഈണം, നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാളും ഇതുവഴിയേ ഇവിടെ വരെ പോരേണം കൂടെ, ഇനിയൊഴുകാം ഒരു വഴിയേ. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? ഈ വഴിയെ വരും കറുമഴയും വെയിലൊളിയും, ഈ പനി മുഴുവൻ ഹിമമണിയും പൊഴിയും. ഇതുവഴി പോയി ഋതുപലതിന്നാൽ, ഇതുവഴി പോയി ഋതുപലതിന്നാൽ, ആകെ നമ്മൾ കൊയ്യും വസന്തം മായരുതെങ്, 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 മായരുതെങ്. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? പനിമതിതൻ പുഴയൊഴുകും വഴിയരികിൽ, മുകിലുകളാം കിളികളുമായി കഥ പറയാം. ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം, ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം. പൂക്കൾ ചേലോടെ തൂകുവതാരോ, പാലൊളി പോലെ തൂകുവതാരോ, പാലൊളി പോലെ. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? വന്നു നാളും ഇരുവഴിയേ ഇവിടെ വരെ പോരേണം കൂടെ, ഇനിയൊഴുകാം ഒരു വഴിയേ. താങ്ക് യു. ആശ മാം നന്നായി പാടുന്നുണ്ട്. സംസാരിച്ചതിൽ ഇത് പറഞ്ഞില്ല. ആശ സൂപ്പർ, ആശ സൂപ്പർ. ഇനിയും ഈ വഴിയെ ഇനിയും വന്നുകൊണ്ടേയിരിക്കാം, മറഞ്ഞു പോവാതെ ഇവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇത് ആവശ്യമാണ്. തീർച്ചയായും നന്നായി പാടി, നന്നായി, നല്ല സ്ഫുടത. പ്രാക്ടീസിന്റെ കുറവായിരിക്കും ഉണ്ടാവാൻ തോന്നുന്നു. സൂപ്പർ. അതെ. ജെൻസ് മെയിൽ വോയിസ് സഹോദരങ്ങളെ, എന്റെ മാനം കാക്കണം, നിങ്ങളൊക്കെ ഇറങ്ങി വരണം. അല്ലെങ്കിൽ സാറ് പാടും. ലേഡീസ് മാത്രം, അത്രയും അത്യാഹിതത്തിൽ നിങ്ങൾ ആരും തുനിയരുത്.
ഒന്ന് പാടി നോക്കട്ടെ. ആ മുജീബ് പാടൂ മുജീബ്. നമ്മൾ വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇവരിങ്ങനെയൊക്കെ പറയും, നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി. തുടങ്ങിക്കോളൂ. എവിടെ പോയി? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളപക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളപക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കണ്ടിന്യൂ. അതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. കുറച്ചും കൂടി പാടും, ഇല്ലെങ്കിൽ വേറെ 2-3 പാട്ടുകൾ. അടിപൊളി. കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ, മലരാണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളപക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. താങ്ക് യു മുജീബ്. അതേപോലെ ഒരു മാപ്പിളപ്പാട്ടും കൂടി പാടും ഇപ്പോ. ഭയങ്കര മോയിൻകുട്ടി വൈദ്യരാണെങ്കിൽ ഏറ്റവും സൂപ്പർ. ഏത് പാട്ടാണ് സാറ്? മാപ്പിളപ്പാട്ട്, ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് ഇത്. മോയിൻകുട്ടി വൈദ്യരുണ്ടെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ നോർമൽ ഏതായാലും കുഴപ്പമില്ല. നല്ല സ്വരമാണ്, അതുകൊണ്ട് ആസ്വദിക്കാണത്. ഇത് പാട്ടാണ് ഇപ്പൊ മോയിൻകുട്ടി വൈദ്യര് ഒരു ജമീൽ MA ജമീൽ പാടിയ പാട്ട് നോക്കട്ടെ സാർ. ലിറിക്സ് ഉണ്ടെങ്കിൽ ചെയ്ത് പാടിയാൽ മതി, ഇല്ലെങ്കിൽ ഉള്ളത് പാടിക്കോട്ടെ, നോ പ്രോബ്ലം. ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്യുവോ? ഞാൻ ചെക്ക് ചെയ്ത് സാർ, നോക്കട്ടെ. ചെക്ക് ചെയ്ത് തിരിച്ചു വന്നു. അപ്പോഴേക്കും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടിക്കോളൂ. സോറി, ഒരു പാടാനുണ്ടാരെങ്കിലും? ആ ഓക്കെ. ഒരു 2 വരി പാടട്ടെ. പാടിക്കോളാം മാം. 2 വരി അല്ല ഗീത മാം, ഒരു 6 വരി തന്നെ ആയിക്കോട്ടെ. കൃഷ്ണനല്ലേ?
ശമകപ്രായം സുഖഹാസവും എതിരിടുന്നു പയർന്നു പലകുമിങ്ങനേതവനരസം ഇടയിടം കൂടി നേത്രവും മകര കുണ്ടലും പ്രതിബിംബിക്കുന്ന പണിക്കടങ്ങളും മുഖത്തരോധിനും തുള്ളികൾ ഒടിഞ്ഞതാക്കില്ല മന്ദഹാസവും ശോഭയും തുളസിയും നല്ല സ്ഥലത്തിജങ്ങളും റേഞ്ചില്ലാന്ന് തോന്നുന്നു, ക്ലിയർ ആവുന്നില്ല കേട്ടോ. റേഞ്ചിന്റെ വിഷയം തോന്നുന്നു. ഗീതമ്മ ഒന്ന് വീഡിയോ ഓഫ് ചെയ്ത് പാടാവോ? അവിടെ പോയി ക്ലിയർ ഇല്ല, സ്റ്റക്കായി പോയി. അടുത്ത ആരെങ്കിലും? ഓക്കെ, തിരിച്ചു വന്നു. നമ്മുടെ മുജീബ് തിരിച്ചു വന്നോ? ഓക്കെ. മുജീബ് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? നോക്കട്ടെ. വീഡിയോ കിട്ടുന്നില്ല സാർ. കിട്ടുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, പാടിക്കും. മുജീബ് പാടി. കണ്ണേറിന്റെ കൽബിനെ കവർന്നുള്ള കരളിന്റെ കരളായ പെണ്ണേ, നിന്റെ കരളിന്റെ പന്തേലിൽ ഞാൻ വീരുന്നുണ്ണാൻ വാരും നേരം കളിയാക്കി ചിരിക്കുമോ എന്നെ? കണ്ണേറ് കൊണ്ടെന്റെ കൽബിനെ കവർന്നുള്ള കരളിന്റെ കരളായ പെണ്ണേ, നിന്റെ കരളിന്റെ പന്തേലിൽ ഞാൻ വീരുന്നുണ്ണാൻ വാരും നേരം കളിയാക്കി ചിരിക്കുമോ എന്നെ? കയ്യിലെ കുപ്പിവള ഞാൻ തച്ചുടച്ചതിന് കണ്ണീരൊലിപ്പിച്ച പെണ്ണല്ലേ അന്ന്. കനകത്തിൻ കാപ്പ് നിന്റെ കയ്യിലിട്ട് തരാമെന്ന് ഞാൻ ചൊന്നതോർക്കുന്നുണ്ടോ പൊന്നേ? കണ്ണേറ് കൊണ്ടെന്റെ കൽബിനെ കവർന്നുള്ള കരളിന്റെ കരളായ പെണ്ണേ, നിന്റെ കരളിന്റെ പന്തേലിൽ ഞാൻ വീരുന്നുണ്ണാൻ വാരും നേരം കളിയാക്കി ചിരിക്കുമോ എന്നെ? അടുത്തത് നമ്മുടെ ഈ പ്രസീത ഇല്ലേ, ഇപ്പൊ ഞാൻ പാടട്ടെ മാം? പാടി. ഇനി എനിക്കോർമ്മയുണ്ടായിരിക്കാം ഇവിടെയൊരോണമുണ്ടായിരുന്നു. ഇനി എനിക്കോർമ്മയുണ്ടായിരിക്കാം ഇവിടെയൊരോണമുണ്ടായിരുന്നു. ഇടങ്ങടിച്ചോറിൻ ഇലയിലുണ്ടായി കൊതിച്ചിരുന്നു കൊതിച്ചിരുന്നോണമുണ്ടായിരുന്നു. ഇനി എനിക്കോർമ്മയുണ്ടായിരിക്കാം ഇവിടെയൊരോണമുണ്ടായിരുന്നു. നഖങ്ങളിൽ തെളിയും നവമുദ്ര കനവിൽ ശ്രാവണ പൂങ്കോടി തുന്നിയ നഖങ്ങളിൽ തെളിയും നവമുദ്ര കനവിൽ ശ്രാവണ പൂങ്കോടി
തുന്നിയ വറുതി തന്നുറവാ കർക്കിടപ്പെയ്ത്തിൽ ചേമ്പില നീർമണി തിളങ്ങിയ നാൾ ഓർമ്മയിലിന്നുമാ പഴയുണനാൾ ഇനി എനിക്കോർമ്മയുണ്ടായിരിക്കാൻ ഇവിടെയൊരൂണമുണ്ടായിരുന്നു. കളങ്ങളിൽ വരയും കളങ്ങളിൽ നീറയും തൊടിയിലെ പൂക്കൾ വിതറിയ തളങ്ങളിൽ വരയും കളങ്ങളിൽ നീറയും തൊടിയിലെ പൂക്കൾ വിതറിയ ഉള്ളതിൻ ബാക്കി ഉറിയിലേറ്റാതെ ഉറുമ്പിനായി പോലും വിളമ്പിയ നാൾ തിരികെ വരാത്തൊരാ തിരുവോണനാൾ ഇനി എനിക്കോർമ്മയുണ്ടായിരിക്കാൻ ഇവിടെയൊരൂണമുണ്ടായിരുന്നു. ഇടങ്ങഴിച്ചോറിൻ ഇലയിലുണ്ടാന കൊതിച്ചിരുന്നോണമുണ്ടായിരുന്നു. വാവ് വാവ്, അടിപൊളി. ഇതൊക്കെയാണ് എന്താ പറയാ ഒളിച്ചിരിക്കുന്ന മുത്തുകൾ എന്നൊക്കെ പറയുന്നത് അല്ലെ? ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടാണ് ഇത്ര നേരം ഇവിടെ പിടിച്ചു നിന്നതാ. സാറേ ഞാൻ ആദ്യമായിട്ടാ, എനിക്ക് ഭയങ്കര പേടിയാ എല്ലാ കാര്യത്തിലും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൂം മീറ്റിങ്ങിലൊക്കെ സാറിന്റെ ക്ലാസ്സിലാണ് ആദ്യം പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. വാവ്, സൂപ്പർ. എല്ലാവരും ഒരു ലവ് കൊടുത്തേ ശ്രീജയ്ക്ക്. സൂപ്പറാണ്. കാരണം എത്ര നന്നായി പാടി നോക്കി. ഞാൻ ഇങ്ങനെ ആസ്വദിച്ചു. കാരണം ഓരോ വരികളും അതിൽ അത്രയും അർത്ഥവത്തായ വരികളാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ അത് ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. സൂപ്പറായിട്ട്. എന്റെ മോള് 9th പഠിക്കുന്നത്. അവളെ പാട്ടൊക്കെ പഠിപ്പിച്ചു വിടുന്ന ഞാനാ. പക്ഷെ എനിക്ക് എവിടെയും പാടാൻ ഭയങ്കര പേടിയാ. ഇനി മുതൽ നമുക്ക് പാടാം. താങ്ക് യു വെരി മച്ച്. മറ്റേ ഇനി ഒരാള് പ്രസീത ആരോ ഒരാള് പാടാൻ വേണ്ടി അനുവാദം ചോദിച്ചു. അവർ അൺമ്യൂട്ട് ചെയ്തോളൂ. സ്നേഹപ്രഭയാണ്. പാടിക്കോളൂ മാം. പാടി. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വരത്തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി വിണ്ണിന്മാറിലെറിഞ്ഞു കളിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ, ഒരു പന്തു വേണോ? താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വരത്തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി അന്നീ മാറിലെറിഞ്ഞു കളിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ, ഒരു പന്തു വേണോ? ഈ മണിമലയാറു മറന്നേ പോയോ, ഈ മണിമലയാറു മറന്നേ പോയോ? അന്ന് കളിവള്ളങ്ങൾ തുഴഞ്ഞു നടന്നതും കരമീൻ പിടിച്ചതും കരവിച്ചുണ്ടതും മറന്നു പോയോ? വന്നെങ്കിൽ ഒന്ന് വന്നെങ്കിൽ കരളിലെ ചൂണ്ടയിൽ കൊത്തിയെടുത്തുകൊണ്ട് ഓടി ഒളിക്കും ഞാൻ, ഓടി ഒളിക്കും ഞാൻ. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വരത്തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി അന്നീ മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണ്ടേ, ഒരു പന്തു വേണ്ടേ? ഈ മയിലാടും കുന്നു മറന്നേ പോയോ, ഈ മയിലാടും കുന്നു മറന്നേ പോയോ? അന്ന് കിളിമുളം കാട്ടിൽ ഒളിച്ചു കളിച്ചതും കറിവെച്ചുണ്ടതും മറന്നു പോയോ? ഈ മയിലാടും കുന്നു മറന്നേ പോയോ? അന്ന് കിളിമുളം കാട്ടിൽ ഒളിച്ചു കളിച്ചതും കറിവെച്ചുണ്ടതും മറന്നു പോയോ? വന്നെങ്കിൽ ഒന്ന് വന്നെങ്കിൽ ഈ കരളിലെ ചൂണ്ടയിൽ കൊത്തിയെടുത്തുകൊണ്ടു ഞാലാട്ടും ഞാൻ,
ഊഞ്ഞാലാട്ടും ഞാൻ താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വരത്തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി ഒന്നീ മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാര. പന്തു വേണോ ഒരു പന്തു വേണോ, പന്തു വേണോ ഒരു പന്തു വേണോ. താങ്ക് യു. സൂപ്പർ സൂപ്പർ സൂപ്പർ. വെറും സൂപ്പർ അല്ല, സൂപ്പർ, ഡബിൾ സൂപ്പർ. പന്താണോ നിങ്ങൾക്ക് തരേണ്ടത്, എന്തെങ്കിലും ഗിഫ്റ്റ് ആണോ തരേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അടിപൊളി. എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല നല്ല നാടൻ ശീലുള്ള വരിക, നാടൻ ശീലുള്ള പാട്ടുകൾ. ഓക്കെ, ഒരു പഴയ പാട്ട് പാടട്ടെ? തീർച്ചയായും പാടിക്കോളൂ. നിങ്ങൾ നേരത്തെ പാടി ശബ്ദമൊക്കെ പോയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാലും പാടാം. ഹിമവാഹിനി ഹൃദയഹാരിണി ഈരക്കുഴലുമായി ഇവിടെ വരാറുള്ളോരിടയനെ ഓർമ്മയുണ്ടോ, ഓർമ്മയുണ്ടോ. നിന്റെ കടവിലെ കുളിർക്കൽ പടവിലെ നീലക്കുട കീഴിൽ പണ്ടോ നമ്മളിരുവരും ഒന്നിച്ചിരുന്നൊരു സങ്കൽപ്പമണിയറ തീർത്തു, സങ്കൽപ്പമണിയറ തീർത്തു. ഹിമവാഹിനി ഹൃദയഹാരിണി ഈരക്കുഴലുമായി ഇവിടെ വരാറുള്ളോരിടയനെ ഓർമ്മയുണ്ടോ, ഓർമ്മയുണ്ടോ, ഓർമ്മയുണ്ടോ. പേടിയാണ് സർ, ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ്. എങ്ങനെ ഇതൊന്ന് മാറ്റിയെടുക്കാം? സ്റ്റേജ് ഫിയർ നമ്മൾ തന്നെ മാറ്റിയെടുക്കാം. യു കീപ് സ്റ്റേയിങ് ഹിയർ. നമുക്ക് സ്റ്റേജ് ഫിയറോ നിങ്ങളുടെ എല്ലാ ഫിയറും മാറ്റി. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ള സാധനം ഉണ്ടായിട്ടാണോ ഫിയർ ഒക്കെ? എവിടെ? സൂപ്പറാണ്, സൂപ്പർ. ശബ്ദം അടഞ്ഞു പോയിരിക്കാണ്, തൊണ്ട എന്തോ ആയിപ്പോയതാണ്. ഒന്നും അടഞ്ഞിട്ടില്ല, സാറിന് തോന്നുന്നു. സൂപ്പറാണ്. അല്ല സർ, അത് കൊറോണ വന്ന സമയത്ത് ശബ്ദം അടഞ്ഞു പോയതാ, പിന്നെ അത് ശരിയായില്ല. നോ പ്രോബ്ലം, നന്നായിട്ട് പാടി. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് സർ. സാർ, ഞാൻ ഒരു കവിത ചൊല്ലിക്കോട്ടെ? കുറച്ചു വരി ചൊല്ലിക്കോളൂ. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഓക്കെ, ചൊല്ലിക്കോളൂ. സന്തോഷല്ലേ? ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. എന്തോ? പക്ഷെ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഓർമ്മയാം കുതിരപ്പുറത്തേറി ഞാനൊരു കുതിര സവാരി നടത്തി. ഊർജസ്വലനാമി കുതിരയെ ഞാൻ ബാല്യത്തിലേക്ക് നയിച്ചു. സുഖദുഃഖമിശ്രമാം പടവുകൾ താണ്ടി ആ കുതിരയൻ ബാല്യത്തിലെത്തി. പൗർണമി നാളിലെ കുളിരോലും രാവിൽ നഗ്നമാറോട് ചേർത്തു പിടിച്ചെന്നെ അമ്പിളി മാമനെ കാട്ടാനിറങ്ങിയോരച്ഛന്റെ രൂപം തെളിഞ്ഞു വന്നു. ഓർമ്മകൾ ഓടിക്കളിക്കുന്ന മാനത്ത് പാത്തുകളിക്കുന്ന ചന്ദ്രനെ കണ്ടു. ചന്ദ്രിക നൽകിയ പാലൊളി വെണ്മയിൽ ഇളം തെന്നലേകിയ നറുമണത്തിൽ അച്ഛന്റെ നെഞ്ചിൻ ചൂടിൻ സുഖത്തിൽ
അമ്പിളി മാമന്റെ പുഞ്ചിരി തൂകലും താരകൾ തന്നുതിൽ കണ്ണിറുക്കും കണ്ട് അത്ഭുത സ്തബ്ധനായി ആനന്ദചിത്തനായി ഒത്തിരി താങ്ക് യു സർ. വാവ്, എന്താ പറയാ, ഞാൻ എപ്പോഴും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മൂളിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ് ഓർമ്മയാം പുറത്ത് ഞാൻ. സൂപ്പർ സൂപ്പർ, താങ്ക് യു താങ്ക് യു താങ്ക് യു. സാറേ, ഞാനൊന്ന് പാടുവാന്നേ. പാടിക്കോ. എനിക്ക് എന്റെ മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്ക് ചെയ്തു. നേരമായി തകർക്കും ഞാൻ കുറെ നേരമായിട്ട് ലിറിക്സ് ഒക്കെ നോക്കി എടുക്കുവായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോ ഒരു മിനിറ്റ് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം നിങ്ങളവിടെ ഇരുന്നപ്പോഴേ നിങ്ങളവിടെ എന്നെ കാണുന്നില്ലേ, ഞാൻ നിങ്ങളവിടെ ഇരുന്നപ്പോഴേ ഞാൻ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്താണ് രഞ്ജിത് ജിയെ കൊണ്ട് ലാസ്റ്റ് എങ്കിലും രണ്ടുപേരും പാടിപ്പിക്കണം. എത്ര വിചാരിച്ചത് കറക്റ്റാണ്. താങ്ക് യു. അല്ല, അതെന്താണെന്നറിയോ, ഇവിടെ ഈ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇയാള് പാടെന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് സന്തോഷായി. താങ്ക് യു പാടിക്കോ. അപ്പൊ ശരി, ഞാൻ പാടാം. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്? യെസ്, ഉണ്ട്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. അകതാരിലാത്തുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാത്തുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണനിൻ കള്ളനോട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണനിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. താങ്ക് യു.
വാവ്. ഗുരുവായൂരപ്പൻ സൂമിലേക്ക് കയറി വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഇപ്പൊ ശരിക്കും കള്ളകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും. അത്രയും മനോഹരമെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. മനോഹരമെന്ന വാക്കുകളൊന്നും അവിടെ, ഇത്രയും വലിയ ജംസ്, ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു അല്ലേ. വെറുതെ അല്ല ആശ ഇങ്ങനെ മുല്ലപ്പൂ ചൂടിയൊക്കെ ഇങ്ങനെ നിൽക്കണല്ലേ. ഇത് ശരിക്കും കൃഷ്ണനായിരുന്നല്ലേ. വാവ്, എന്താ വോയിസ്. ഞാൻ ശരിക്കും ലയിച്ചു പോയി. അമ്പിയേച്ചി 2 വാക്ക് പറഞ്ഞേ. പിന്നെ പാടിയ മ്യൂട്ട് എല്ലാരും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വെയിറ്റ്. ഇപ്പൊ ബഹറിലുണ്ട്, അബുദാബിയിലുണ്ട്, ഇത്രയും ലോകത്ത് ചുറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലാണ് നമ്മൾ പാടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് ആസ്വദിക്കുന്ന ഇപ്പൊ ഇത്ര എല്ലാരും ആസ്വദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പോഴേ ഡ്രോപ്പായി സ്കിപ്പായിട്ട് പോകേണ്ട സമയമായി. എങ്ങനെ അത് അവരുടെ കഴിവ് നിങ്ങൾ പിന്നെ ഇത് നമ്മൾ പാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളുണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലുത് കിട്ടുന്നത്. ഇപ്പൊ ആശ മാഡത്തിന്റെ മുഖം നോക്കിയേ. ഇപ്പൊ സാറിന് പറഞ്ഞ എല്ലാ ആ ഒരു ഹാപ്പിനെസ് അവിടെ കാണാനുണ്ട്. അതേപോലെ അതിപ്പോ ഇനി പാടി ഇനിയും തെളിയുമ്പോ ഓരോരാളെയും നന്നായിട്ട് പാടാൻ വേണ്ടി നോക്കും. ഇപ്പൊ ഞാനത് വേറൊരു കണ്ടു, സന്തോഷ് പി എന്ന് പറഞ്ഞ ഒരാൾ കുറേ സമയം പ്രാക്ടീസ് ചെയ്യുന്നത്, അടുത്തത് പാടും, സന്തോഷ് പാടും ഇല്ലേ. ഞാൻ ശ്രദ്ധിച്ചോണ്ടുണ്ട്, ലിറിക്സ് നോക്കി പഠിച്ചോണ്ടുണ്ട്. ഇപ്പൊ സന്തോഷ് പാടും. റെഡിയല്ലേ? ഓരോ ആളും പ്രാക്ടീസ് ചെയ്ത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നത് കേട്ടോ. നമ്മുടെ ഈ പ്രസിദ്ധ നല്ലൊരു എഴുത്തുകാരിയാണ്. എന്റെ കയ്യിൽ മുമ്പേ പ്രസിദ്ധ കുറെ കവിതകളും കുറെ ലിറിക്സ് എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ഒരു പാട്ടെടുത്തിട്ട് ഞാൻ ട്യൂണിട്ടിട്ട് ഒരു പാട്ട് പോലെ ആക്കിയിട്ടുണ്ട്. ഒരു നാടൻ പാട്ടിന്റെ കുറച്ച് വരികളാണ്. അത് ഞാനിപ്പോ ഇവിടെ പാടിക്കോട്ടെ? റെഡിയല്ലേ? സന്തോഷം പാടുന്നുണ്ട്, പാടട്ടെ. അത് സന്തോഷം പാടുന്നുണ്ട്. ഇപ്പൊ സന്തോഷം പാടുന്നുണ്ടെങ്കിൽ അടുത്ത ഇതിൽ പാടാം. റെഡിയല്ലേ? ആയിക്കോട്ടെ, റെഡിയാ. അന്ന് പാടും, അടുത്ത് ഞാൻ പാടാം. ഇല്ല, ഞാന് മാഡം പാടിക്കാൻ പാടിക്കോളാം. ഓക്കെ, എന്നാ റെഡി. ഞാൻ പാടാം. പ്രസിദ്ധ എഴുതിയാണേ, അതുകൊണ്ട് ഞാൻ ഇവിടെ പാടുന്നത്. പേര് പാടുന്ന തോന്നണ്ട. പ്രസിദ്ധയുടെ വരികൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പാടുന്നത്. അതായത് നമ്മുടെ അഡ്മിനിലെ മെയിൻ ഒരാളാണ്. നമ്മളൊക്കെ മെസ്സേജ് ഒക്കെ തരുന്ന സാറിന്റെ ഒരു സ്റ്റാഫാണ് പ്രസിദ്ധ. അത് അവരെഴുതിയ കുറെ കവിതാ സമാഹാരമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു വാട്സപ്പിൽ അയച്ചു തന്നെ 4 വരിയാണ് ഞാനിവിടെ പാടുന്നത്. മഴയെന്നു വന്നേ ഹോയ്, പുഞ്ചപ്പാടം നിറഞ്ഞേ, പുഞ്ചവയ ചിറയൊരുക്കാൻ വായോ കണ്ണാളേ, പുഞ്ചവയ ചിറയൊരുക്കാൻ വായോ കണ്ണാളേ. മഴയെന്നു വന്നേ ഹോയ്, പുഞ്ചപ്പാടം നിറഞ്ഞേ, പുഞ്ചവയ ചിറയൊരുക്കാൻ വായോ കണ്ണാളേ, പുഞ്ചവയ ചിറയൊരുക്കാൻ വായോ കണ്ണാളേ. വിശക്കുന്നുണ്ടോടി നിന്റെ വയറ് കത്തുന്നുണ്ടോ, വിശക്കുന്നുണ്ടോടി നിന്റെ വയറ് കത്തുന്നുണ്ടോ, ഉടുമുണ്ട് മുറുക്കിയെടുത്ത് വൈറ്റടി ചക്കക്കറി, ഉടുമുണ്ട് മുറുക്കിയെടുത്ത് വൈറ്റടി ചക്കക്കറി. മഴയൊന്നു വന്നേ ഹോയ്, പുഞ്ചപ്പാടം നിറഞ്ഞേ, കുഞ്ചവയ ചിറയൊരുക്കാൻ വായോ കണ്ണാളേ, കുഞ്ചവയ ചിറയൊരുക്കാൻ വായോ കണ്ണാളേ. അതിന്റെ ബാക്കി എനിക്ക് ഓർമ്മയില്ല. അത് പണ്ട് പാടി മനസ്സിലുള്ള 4 വരി അത്രയേ ഉള്ളൂ. എന്നാലും ആ ലൈൻ ഇപ്പോഴും ഞാൻ എവിടെ ഒരു നാടൻ പാട്ട് പാടാൻ അവസരം കിട്ടിയാലും ഞാനത് പാടും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട വരികളും അങ്ങനെ പാടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു പ്രസീത. വേറൊരു പാട്ടും കൂടി ഉണ്ട്, അതിന്റെ 2 ലൈൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ചിത്രശലഭമായി ഏകാന്ത വീഥിയിൽ പാറിപ്പറന്നു ഞാൻ ഏകയായി, കൂടില്ല കൂട്ടില്ല കൂട്ടുകാരില്ല
ആരുമേ വന്നതില്ല, ആരുമേ വന്നതില്ല. ഒരു ചിത്രശലഭമായി ഏകാന്ത വീതിയിൽ പാറിപ്പറന്നു ഞാൻ ഏകയായി. അത് ഞാൻ തന്നെ ടോണിട്ടത് കേട്ടാ. താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ഇവിടെ അത്. സൂപ്പർ. ഞാനെന്താ പറയാ, ഞാനൊന്നും പറയുന്നില്ല. താങ്ക് യു. എനിക്ക് സത്യം പറഞ്ഞാലേ ഈ വേദിയിൽ പാടിയതുകൊണ്ട് അതൊരു അർത്ഥം. എന്തെന്ന് പ്രസീത ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രസീതിന് മുമ്പിൽ പാടാൻ പറ്റിയ വലിയൊരു സന്തോഷം, വളരെയധികം സന്തോഷം. വീട്ടിൽ നിന്ന് ഇങ്ങനെ മൂളുന്നല്ലാതെ വേറെ എവിടെയും പാടിയാൽ പ്രസീതനെ അറിയില്ലല്ലോ. പക്ഷെ പ്രസീത ഇന്നിപ്പോ പ്രസീതക്ക് വേണ്ടി ഞാനിതോട് പാടി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നന്ദി നന്ദി നന്ദി. സന്തോഷ് പാടിക്കോളൂ. എനിക്ക് പാട്ടുമായി യാതൊരു ബന്ധമില്ല, എങ്കിലും ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങളിനെ ശ്രദ്ധിച്ചത് കൊണ്ടും ഞാൻ രണ്ടുപേരും ശ്രമിക്കാം, അത്രേ ഉള്ളൂ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം ഒഴിയും അമൃത കണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. താങ്ക് യു. ഇത്രയും ബാക്കി പിന്നീടാവാം. സാറിന് ബുക്ക് കിട്ടി. താങ്ക് യു. അയ്യോ, കണ്ടിന്യൂ പ്രസാദ്, കുറച്ചും കൂടി സന്തോഷേ. സാർ ഇപ്പൊ ഇത്ര അറിയുള്ളൂ, കൂടുതലൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഇത് പഠിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോ അടുത്ത ഓണം പ്രോഗ്രാമിനെ ഗംഭീരമാക്കാം. അടുത്ത ഓണം ഉള്ളില് സംഗീതമുണ്ട്. യേശുദാസിന്റെ ലെജൻഡറി സോങ് ആണത്, ഏറ്റവും നല്ല അമേസിങ് സോങ് ആണത്. അത് എടുക്കണമെങ്കിലേ ഉള്ളില് സംഗീതമുണ്ട്. സന്തോഷം. സാർ മില്യൺ, നമ്മുടെ യൂട്യൂബ് മില്യൺ ആകുമ്പോ ഒരു ഓഫ് ലൈവ് വെക്കണം സാർ. യെസ് യെസ്, അന്ന് പാടിക്കാം. എല്ലാം റെഡി ആയിക്കോ. അധികം സമയമൊന്നും വേണ്ട. 25,000 ഇത് ആവുന്നുണ്ട്, പെട്ടെന്ന് റെഡിയാവും. ഓക്കെ. പക്ഷെ ആദ്യം സോറി, ഒരു മിനിറ്റ് ഇടപെട്ടോട്ടെ. സന്തോഷ്, ആദ്യം പറഞ്ഞ ആ വാക്ക് ഇന്ന് മുതൽ കട്ട് ചെയ്ത് കളയണം നമ്മുടെ ഇതിനകത്ത് നിന്ന്. അഡ്വാൻസ് ആയി പറഞ്ഞൊരു വാക്കില്ലേ, അത് ഇന്ന് മുതൽ ഇനി കട്ടിങ് ഇല്ല, എന്നില്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ. ഇനി ഇന്ന് മുതൽ ജീവിതത്തിൽ സംഗീതമായി ബന്ധമുണ്ട്, ഞാൻ പാടുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. പോസിറ്റീവാണ്. അടുത്ത പ്രോഗ്രാമിൽ ഞാൻ 2 പാട്ട് പാടുന്നതായിരിക്കും. യെസ്, അടിപൊളി, കറക്റ്റ്. കീപ് ഇറ്റ് അപ്പ്. ഇനി പാടുന്നു. ഞാനല്ലേ, ഞാൻ പാട്ട് പാടിയിട്ട് നിങ്ങള് അത് വൈൻഡപ്പ് പാടാട്ടോ. അപ്പൊ നിങ്ങൾ പോകാൻ വേണ്ടിട്ട്. മാം, നന്നായിട്ട് പാട്ട് പാടും. ഒരു പാട്ട് പാടാമോ? ഇനിയില്ലേ ആൾക്കാര്? നീ പാടാനില്ലേ? ആ പാട് അനുജിത്ത് പാടും, അടിപൊളി പാടും. ഓർമ്മകളെയും ഒരു തുറക്കാൻ മൊഴികൾ തുറക്കാൻ ഓണത്തുമ്പി പാടും ഓരോ രാഗം ഓർമ്മകളെയും കാവിൻ ഒരു തരി മൊഴികൾ തുറക്കാൻ മൊഴികൾ തുറക്കാൻ. അഞ്ചത്തൊന്ന് മൈക്ക് അടുത്ത് വെച്ച് പാടിയേ. അത് മൈക്ക് ദൂരത്താണ്, നല്ല ശബ്ദമാണ് നിന്റെ. ഒന്നുകൂടി പാടിയേ, മൈക്ക് അടുത്ത് വെച്ചിട്ട്, മൈക്ക് കൈ പിടിച്ചിട്ട്. ഓണത്തുമ്പി പാടും ഓരോ രാഗം
ഓർമ്മകളെ കാവിൻ ഒരു കരിവെച്ചു തുറക്കാൻ വാ മൊഴികൾ തുറക്കാൻ വാ ഓണത്തുമ്പി പാടൂ ഓരോ രാഗം ഓർമ്മകളെ കാവിൻ ഒരു കരിവെച്ചു തുറക്കാൻ വാ മൊഴികൾ തുറക്കാൻ വാ. വണ്ടർഫുൾ. നന്നായിട്ട് മോനെ, നന്നായിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഇനി ആരാ പാടാ? സാർ ഞാനൊരു പാട്ട് പാടട്ടെ? പാടു. ഹലോ, പാടു. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ആ, കേക്കുന്നുണ്ട്. ഓക്കെ. സരസ സുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ കനവു നേടുരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞു വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാദിതാളം വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമാ വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമാ വിദുരയാമീ വീണപ്പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം കന്മതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി. ഓക്കെ, താങ്ക് യു. മതി. നീ ഒരു റിയലി ടാലന്റഡ് ആണല്ലേ. നീ എല്ലാ സർവകലാ വല്ലഭം എന്ന് പറഞ്ഞ നീയാണ്. നീ ഇന്നലെ മിനിയാന്ന് പറഞ്ഞ അയൽവാസി ഒന്ന് പോയി കാണണേ ഒന്നുകൂടി. കണ്ടു ഇന്നലെ. ഇനിയിപ്പോ സംസാരിച്ചു പബ്ലിക്കിൽ പറയണ്ട, ഒന്നുകൂടി കണ്ടോ നീ. പാട്ടിന് ഇതൊക്കെ കഴിവുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണേ. മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട്. നോക്കട്ടെ. ഒരു നേരത്തെ പാടണമെന്നുണ്ട് പറഞ്ഞു പോയാ അഞ്ജുരാജ്. ഒരു കന്നഡ പാട്ട് പാടും. പിന്നെ ഓൾവേസ് വെൽക്കം. നമുക്ക് ഏറ്റവും വേണ്ട സംഭവമല്ലേ. പോരട്ടെ. ಮಂಗಳದಾಯಿ ಸುದಿನ ಮಧುರವಾಗಲಿ ನಿಮ್ಮೊಲವೇ ಮನೆಯ ನಂದಾದೀಪವಾಗಲಿ ಮಂಗಳದಾಯಿ ಸುದಿನ ಮಧುರವಾಗಲಿ ನಿಮ್ಮೊಲವೇ ಮನೆಯ ನಂದಾದೀಪವಾಗಲಿ ತಂದೆ ತಾಯಿ ದಾರಿ ತೋರೋ ಕಣ್ಣುಗಳೆರಡು ಅವರ ಪ್ರೇಮ ದೂರವಾಗಿ ಮಕ್ಕಳು ಕುರುಡು ತಂದೆ ತಾಯಿ ದಾರಿ ತೋರೋ ಕಣ್ಣುಗಳೆರಡು ಅವರ ಪ್ರೇಮ ದೂರವಾಗಿ ಮಕ್ಕಳು ಕುರುಡು ಮಮತೆಯ ಮನವೇ ಸದಾ ಧರ್ಮದ ಬೀಡು
ಅದೇ ಶಾಂತಿಯ ಗೂಡು ಮಂಗಳದಾಯಿ ಸುದಿನ ಮಧುರವಾಗಲಿ ನಿಮ್ಮೊಲವೇ ಮನೆಯ ನಂದಾದೀಪವಾಗಲಿ ಮಂಗಳದಾಯಿ ಸುದಿನ ಮಧುರವಾಗಲಿ ನಿಮ್ಮೊಲವೇ ಈ ಸಭೆಯ ನಂದಾದೀಪವಾಗಲಿ. താങ്ക് യു സർ, താങ്ക് യു ഓൾ. വാവ് മംഗളരാഗി സുധിന. എനിക്കിതിനപ്പുറം ഒന്നും പറയാനില്ല. ഈ ദിവസത്തെ നിങ്ങൾ പുണ്യമാക്കി പൂർണ്ണമാക്കി എന്ന് പറഞ്ഞു. മംഗളരാഗി സുധിന എന്ന് കന്നഡയിൽ പറഞ്ഞാല് ഈ ദിവസത്തെ പുണ്യമാക്കി ഏറ്റവും നല്ല ദിവസമാക്കി മാറ്റി എന്നുള്ളതാണ്. ഏറ്റവും അപ്റ്റമായ കറക്റ്റായിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ അതിനകത്തുള്ള ബാക്കി അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ ഡീപ്പുള്ള, പക്ഷെ നിങ്ങൾക്ക് നന്നായി പാടാൻ കഴിവുള്ള ഒരാളാണല്ലേ. ഇത്രയും നന്നായിട്ട് പ്രശ്നമാണ് സർ. സ്റ്റേജ് ഫിയർ നമുക്ക് മാറ്റാം. കന്നഡ എങ്ങനെയാണ് നിങ്ങൾക്ക്? ഞാൻ കന്നഡാണ്. ഞങ്ങള് വീട്ടിലല്ല, ഞങ്ങള് ഈ കർണാടക സ്റ്റേറ്റിൽ നിന്ന്, വയനാട്ടിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ വയനാട് കർണാടക സ്റ്റേറ്റിലായിരുന്നു പണ്ട്. അപ്പൊ കാസർഗോഡ് മാതിരി കാസർഗോഡ് പണ്ട് അതുപോലെ. അപ്പൊ വയനാട് കേരളത്തിലേക്ക് ചേർത്തിയതാണ്. അപ്പൊ കർണാടകക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലത്ത് വയനാട്ടിൽ. ഞങ്ങളൊക്കെ പണ്ടത്തെ ആൾക്കാരാണ്. ಮೈಸೂರು ಕನ್ನಡ ಮಾತಾಡ್ತಿದ್ವಿ ನಾವೆಲ್ಲ ದಕ್ಷಿಣ ಕನ್ನಡ. ಕನ್ನಡ ಗೊತ್ತಾ? ಕನ್ನಡ ಗೊತ್ತಾ? ನನಗೆ ಕನ್ನಡ ಸರಿಯಾಗಿ ಬರುತ್ತೆ. ಈಗ ಮಾತಾಡ್ತಾ ಕಮ್ಮಿ, ಆದ್ರೆ ನನಗೆ ಕನ್ನಡ. ಹೌದಾ? ನಾನು ಈಗ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಇದ್ದೀನಿ, ಮಗಳ ಮನೆಯಲ್ಲಿ. ಆಗ 3 ದಿವಸ ನಂಗೆ ನೋಡ್ಲಿಕ್ಕೆ ಆಗಿಲ್ಲ ಇಲ್ಲಿ. ಇವತ್ತು ಸಿಗ್ತಾ ಇದೆ ಏನೋ, ಇಂಟರ್ನೆಟ್ ಸ್ವಲ್ಪ ಕಮ್ಮಿ ಇದೆ ಇಲ್ಲಿ. ಒಳ್ಳಾಯ್ತು, ಸುದಿನ ಒಳ್ಳಾಗಿದೆ ಅಷ್ಟೇ. ಥ್ಯಾಂಕ್ ಯು ಸರ್, ತುಂಬಾ ಖುಷಿ ಆಯ್ತು. ನಾನ್ ನಿಮ್ಮನ್ನ ಒಂದ್ಸಲ ಪರ್ಸನಲ್ ಆಗಿ ಮಾತಾಡ್ಬೇಕಂತ ತುಂಬಾ ಆಸೆಯಲ್ಲಿ ಇದ್ದೀನಿ. ಪರ್ಸನಲ್ ಆಗಿ ಮಾತಾಡ್ಬೇಕು, ಯಾಕಂದ್ರೆ ನಂದು ಏನು ವಿಷಯ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇಲ್ಲ. ಪಬ್ಲಿಕ್ ಅಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇಲ್ಲ ನಾನು. ಯಾವತ್ತಿಗಾದ್ರೂ ಒಂದು ಅಷ್ಟೇ ಸ್ವಲ್ಪ ಟೈಮ್. ಹೇಳಿ, ನಮ್ಮ ಅಡ್ಮಿನ್ಗೆ ಹೇಳಿ, ಅವಳು ಕನೆಕ್ಟ್ ಮಾಡ್ತಾರೆ. ಆಯ್ತು ಸರ್, ആയിട്ടു സർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. സോ നൈസ്. ഇനി ആരും പാടാനുണ്ടോ? പോണ്ടേ നമുക്ക് ഉറങ്ങണ്ടേ? എന്താ കൊറേ പാട്ട് കേൾക്കണമെന്നുണ്ട്, സമയം എപ്പോഴേക്ക് സമയം കൂടി ഉണ്ടല്ലേ? ഒരു പാട്ട് പാടും. എന്താ ദേവശ് ഒരു പാട്ട് പാടാ ദേവശ്. ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കായിരുന്നില്ലേ നീ പാട്ട് പാടാനായിട്ട്? ഉടനെ പാടാ. ഇന്നലെ കഥ പറഞ്ഞു വരുന്നത് പാട്ട് പാട്ടെ പാട്. പുതിയ പാട്ടത്. പുതിയ പാട്ട് ഇന്നിപ്പോ കണ്ടുപിടിച്ച പാട്ടാണോ? സിനിമയുടെ പേര് ഇല്ലുമിനാട്ടിന്നാ. ഏതാ? ഇല്ലുമിനാട്ടിയോ? ഇല്ലുമിനാട്ടി പാടിക്കോ. നീ പാടറാ, നമുക്ക് അടിച്ചു പൊളിക്കാം. നീ പാടറാ. മാറിപ്പോനെ അണ്ണൻ തമ്പി കുന്നിട്ട് നില്ല് തുമ്പിക്ക് തുടുക്കുന്നവ അർത്ഥം ജവപ്പാജ ഇവനെ തൊടുവാനങ്കാരില്ലേ കുറിച്ചി മടുത്തപ്പെട്ടി അടുത്തു പോയ സ്റ്റെപ്സേയായ ഇല്ലുമിനാട്ടി ഓപ്രസിമറ്റിലോ സു ഇൻഫിനിറ്റി ഇല്ലുമിനാറ്റി നമ്മ നായക്കു അവരു ശക്തിയുക്ത. അടിപൊളി. കണ്ടിന്യൂ, നിർത്തണ്ട. നീ പാടി ഇനിയും പാട്. എല്ലാരും കൈകൊട്ടി കളിക്കട്ടെ. കഴിഞ്ഞോ? അതെ, ആ സോങ് 6 ലാംഗ്വേജിൽ ഓരോ ലൈനായിട്ടാ പാടുന്നത്. അതാണ് ആള് പറയണത്. ഓരോ മലയാളത്തിന്റെ അല്ല, 6 ലാംഗ്വേജ് ആണ് അതിൽ വരുന്നത്. 6 പേര് 6 ലാംഗ്വേജിലായിട്ട്. അപ്പൊ അതേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത്. അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്നാലും നീ സൂപ്പറാണ്. സൂപ്പർ. അടിപൊളി. താങ്ക് യു. ആരാ പറഞ്ഞ കവിത പാടാൻ? മോനോട് കവിത പാടാൻ പറയുന്ന ഒരാള്. ഇന്ന് നമ്മുടെ ശില്പയുടെ ഒന്നും കേട്ടില്ലല്ലോ. പാട്ടും കാര്യങ്ങളും ഡാൻസും ഒന്നും കേട്ടില്ലല്ലോ. ശില്പ എവിടെ പോയി? ഇന്ന് എന്തെങ്കിലും ഓണാഘോഷം മാനിഫെസ്റ്റ് ചെയ്ത് പിടിച്ചെടുത്തോ? അതിന്റെ ബാക്കിയുണ്ടോ? അതൊക്കെ പോരട്ടെ.
മാനിഫെസ്റ്റേഷൻ ഇന്നിപ്പോ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ അത് നാളെ പറയാം. ഇന്ന് മാനിഫെസ്റ്റ് ചെയ്തൊരു പാട്ട് പാടും ഇരിക്കട്ടെ. ഞാന് നേരത്തെ സാറ് പറഞ്ഞു ഞാനൊരു പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ മടിയില്ല പാടാൻ, ഒരു ചമ്മലില്ല, പാടും. മാടി വിളിക്കുന്നു ദൂരെ മായാത്ത സ്നേഹത്തിൻ തീരം, ആരും കൊതിക്കുന്ന തീരം, ആനന്ദ പാൽക്കടലോളം കാണാതെ കാണും സ്വപ്നം കാണാൻ ഓരോ നീയും ചാരേ, മൂവന്തിച്ചേലോലും മുത്തേ മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു, മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. എന്താ പറയാ, ദൂരെ ദൂരെ മാനം. എന്നിട്ടാണ് ഇത്രയും സമയം ദൂരെ നിന്നത്. സൂപ്പറാണ്, സൂപ്പർ സൂപ്പർ എന്ന് പറയാനുണ്ട്. അപ്പൊ ചേച്ചി ഞാൻ കണ്ടിന്യൂ, ഞാൻ ജസ്റ്റ് നിർത്തി. നിങ്ങളെ പെട്ടെന്ന് നമുക്ക് സമയം പരിമിതി ഉണ്ട്. ഇനി പാടുന്നവർ പെട്ടെന്ന് പാടി തീർത്തേക്കാല്ലോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊന്ന് പാട്. ഇപ്പൊ ഞാനും പാടാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ പാട്ട് നമ്മളെല്ലാവരും കൂടി പാടും. ഇപ്പൊ നമുക്ക് വേറൊന്നും പറയാനില്ല. ഇന്നിപ്പോ കൺക്ലൂഡ് തന്നെ ചെയ്യുന്നത് സാറിന്റെ പാട്ടോട് കൂടിയിട്ട് നമുക്ക് ഇതിൽ കിട്ടിയവര് എല്ലാരും വേണമെങ്കിൽ എല്ലാവർക്കും ഒരു ചെറിയൊരു അനുഭവം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എന്താന്ന് ഇന്ന് ഈ പരിപാടി നടത്തിയോണ്ടുള്ള എന്താ പറയാ ഒരു ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ എന്തെങ്കിലും നന്നാക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയും കൂടി കുറെ ആൾക്കാർക്ക് ഇതൊരു പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടാവും തോന്നിയിട്ടുണ്ട്. നമുക്ക് പാടാൻ അറിയില്ല, അങ്ങനെയുള്ള കുറെ നെഗറ്റീവ്സ് നമ്മൾ ഉള്ളിൽ വെച്ച് നിന്നിപ്പോ നമ്മുടെ അരുണ കുമാരി മാഡം പറഞ്ഞ പോലെ അതെല്ലാം പോയി കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റും റിസൾട്ട് എല്ലാം കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. അതിനോടുകൂടി കൺക്ലൂഡ് ചെയ്യാം. പാടി ശരിക്കും തയ്യാറായി വന്നവരെല്ലാം പാടിയിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ, എല്ലാവരും പറഞ്ഞു. അവർക്ക് സാർ ആർക്കെങ്കിലും അഭിപ്രായം പറയട്ടെ. എൻ്റെ ഇടയിൽ ആശ ഒരു സാധനം അവിടെ കാണിച്ച് എനിക്ക് ഇവിടെ 2-3 വാണിയും കിട്ടി. എനിക്ക് മാത്രം മുല്ലപ്പൂ മേടിച്ചു തന്നില്ല. നിങ്ങൾ ഞാൻ ഇവിടെ മുല്ലപ്പൂവിന്റെ കാര്യം ഓർത്തില്ലെന്ന്. പാട്ട് പാടുന്നേ. രഞ്ജിത്ത് ജി എന്നെ ഒരു പാട്ടും കൂടി പാടുന്ന. എന്റെ പാട്ട് പാടി ഞാൻ ഉറങ്ങും. അടുത്ത പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് ആരെങ്കിലും അഭിപ്രായം പറയണ്ടോ? പറഞ്ഞോളൂ. ഓണമായിട്ട് ഇങ്ങനെയൊരു കേൾക്കുന്നുണ്ടോ? ഓണമായിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു സഭയിൽ പെട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മള് സാധാരണ ഒന്നിലും നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിലൊന്നും നമ്മൾ പെടാനും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് വളരെ സന്തോഷമായി. ഐ എം റിയലി ഹാപ്പി. താങ്ക് യു ഓൾ. We are also happy with that. കാരണം നിങ്ങൾ 2 ലാംഗ്വേജ് ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുന്ന ഒരാള് നമുക്ക് ഇനിയും ഇത്തരം വേദികൾ നമുക്കുണ്ടാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുള്ള നിങ്ങളുടെ സഭാകമ്പങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള വേദികൾ, ഒരു 100-1000 ആൾക്കാർ പങ്കെടുക്കുന്ന വേദികളാക്കി നമുക്കിത് ഉയർത്താം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കലയെ പ്രോത്സാഹിപ്പിക്കുക. ഇനി അടുത്തത് വരുന്നത് നിങ്ങൾക്ക് ഇന്നോ നാളെ എഴുത്തിന്റെ കോമ്പറ്റീഷൻ വരുന്നുണ്ട്. നമ്മുടെ സാഹിത്യ സമാജത്തിലേക്ക് എഴുത്തുകൾ, നിങ്ങളുടെ സർഗവാസനകൾ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എന്താണോ എഴുതാൻ പറ്റുന്നത് അത് എഴുതി പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിൽ നല്ല സൃഷ്ടി എടുത്തിട്ട് നമ്മുടെ
യെസ്, മന്ത്ലി വൺസ് ആക്കുന്നതിൽ നമ്മൾ റെക്കമെൻഡഡ് ദാറ്റ്. അത് നമുക്ക് യൂട്യൂബ് ലൈവായിട്ട് തന്നെ എടുക്കാം. അതുപോലെ തന്നെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുക, കവിതയെ പ്രോത്സാഹിപ്പിക്കുക, കഥയെ പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ എന്തിനാണ് ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പ്രധാനമുള്ള സംഭവമാണ് ഭാവന എന്ന് പറയുന്ന സാധനം. ഇമാജിനേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതില്ലാതെ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഭാവനയുടെ ഏറ്റവും മൂർത്തമായ ഭാവമാണ് എഴുത്ത് എന്ന് പറയുന്നത്. എഴുതാനുള്ള കഴിവ് അത് പുഷ്ടിച്ചു എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെപ്പോലല്ലാതെ വേറെ ഏത് വേദിയാണ് ഉണ്ടാവുക? നമുക്ക് സാഹിത്യ സമാജം ഗ്രൂപ്പുണ്ട്, നമുക്ക് വായനാ ലോകമുണ്ട്, നമുക്ക് അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ എഴുതണം. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളെയും എഴുതിയിടുക, എന്നിട്ട് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആദ്യകാലത്തൊന്നും വലിയ കാര്യം, ഞാനും പ്രസീതയൊക്കെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നതിൽ ഞങ്ങളുടെ കവിതകളിലൂടെയാണ്. അപ്പോൾ അഭിനയിച്ചൊക്കെ അപ്പോൾ അതിന് ട്യൂൺ ചെയ്തെടുക്കുന്ന ആ രീതികളിലാണ് നമ്മളൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അതിനെ പരിപോഷിപ്പിക്കണം, അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഇനി ആരും ഒന്നും പറയണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സിനി മാം, അതുപോലെ രേണു ദേവി, അവരൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു. പ്രസിദ്ധ പി മാഡം, എല്ലാരും പാട്ടെല്ലാം പാടുമ്പോൾ കൂടെ തന്നെ പാടുന്നുണ്ടായിരുന്നു. അപ്പൊ അതായത് ആസ്വദിച്ച് നടത്തും. എല്ലാരും നന്നായിട്ട് ആസ്വദിച്ചു നമ്മുടെ ഈ പരിപാടി. അപ്പൊ ആർക്കെങ്കിലും എന്താ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ചാക്കോ സാർ. കുറെ കാലമായിട്ട് നിങ്ങളുടെ അഭിപ്രായം കിട്ടില്ല, പറഞ്ഞേ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട് പേഴ്സണലായിട്ട്. എനിക്ക് നമ്മൾ തമ്മിൽ കാണാന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. അത് ഞാനൊരു റീസൺ ഉണ്ട് അതിന്, അത് ഞാൻ പറയാം. അത് പിന്നെ സാർ പിന്നെ നേരിട്ട് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ സാർ ആസ്വദിച്ചോ ഇത്രയും പരിപാടികൾ? ആദ്യമായിട്ടൊക്കെ എങ്ങനെ ഇരിക്കണേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല. ഞാൻ ഒരുപാട് നാടകങ്ങള് അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാ. എന്റെ വൈഫ് നല്ല പാട്ടുകാരിയാണ്. ഞാനാണ് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. നമ്മുടെ രൂപത ലെവലിലൊക്കെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിക്കുന്ന ആളായിരുന്നു. ഞാൻ പോയി തല വെച്ചത് പുള്ളിയുടെ മടയിലായിരുന്നു അല്ലേ? ഓക്കെ, സമയമായി. നമുക്ക് ഇപ്പോഴും 70 പേര് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആർക്കും വിട്ടുപോകാൻ തോന്നുന്നില്ല. ഏറെ സന്തോഷം. ലവ് യു ആൾ, ലവ് യു. അപ്പൊ നമുക്ക് ഒരു പാട്ടോട് കൂടി കലാശക്കൊട്ട് പാടക്കാം അല്ലേ? ഞാൻ പാടാം, നിങ്ങളും ഏറ്റുപാടുക കേട്ടോ, അല്ലേ? അല്ലേ കറക്റ്റ്? എല്ലാം റെഡിയാണോ? എല്ലാരും അൺമ്യൂട്ട് ചെയ്തോ. ഒരു ചെറിയൊരു പാട്ട് പറയാം. പാട്ട് ഏതാന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റുപാടാവുന്ന പാട്ടാണ്. നമുക്ക് എല്ലാരും കുറച്ച് പതുക്കെ കുറച്ച് പറ്റി പാടിയ പാട്ടിലാണ് ആലത്തിത്വം ആശയം രണ്ടാളും അവിടെ ആലായാൽ തറ വേണം. ഇത് എവിടുന്ന് രണ്ടുപേരുള്ള ഒരു വീട്ടിലാണ്. അവിടുന്ന് എക്കോ വരുന്നുണ്ട്. എക്കോ വരുന്നുണ്ട്. അല്ല, ഒരു മിനിറ്റ്, ഞാൻ പാടാൻ തുടങ്ങാം. ആരും ഒരാൾ 2 സ്ഥലത്ത് എക്കോ അടിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിത് പാടി നമുക്ക് കലാശക്കൊട്ടോടുകൂടി ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഒരു പാട്ട് പാടുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ഇത് ഇന്ന് ഇത്രയും എനർജിയിൽ പാടാതിരിക്കുന്നതില്ല. കൂടെ ചേർത്ത് പാടുന്ന നല്ല ഒരു പാട്ടുകാരിയുണ്ട്, അതുകൊണ്ട് സുഖമായി പാടാം. അപ്പൊ എല്ലാം കാണാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ. ഒരു നല്ലൊരു എന്താ പറയുക നാടൻ പാട്ട് അല്ലേ? തറ വേണം. അല്ല, ഞാനൊരു കാര്യം ചെയ്യാം. അല്ലല്ല, കൺഫ്യൂഷൻ ആണ്. ഒരു സെക്കൻഡ്. ഞാൻ ആദ്യം ഒരു വരി പാടാം, അത് നിങ്ങൾ ഏറ്റു പാടിയാൽ മതി. അപ്പൊ ആദ്യം ഞാൻ പാടുമ്പോ പാടരുത്, നമുക്ക് പാടാൻ പറ്റില്ല. ഓക്കെ? ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം.
ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, അടുത്തൊരമ്പലം വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിച്ചെന്നകം പോകാൻ ചന്ദനം വേണം. ഒരു കാര്യം ചെയ്യ്, ഇത് മൊത്തം കൺഫ്യൂഷൻ, ഞാൻ മാത്രം പാടാന്ന് കേട്ടോ. അമ്പിയച്ച് പാടുന്നാലേ, അവിടെ അമ്പിയച്ച് പാട്. ഈ പാട്ടറിയാലോ. അതിനേക്കാളും സിമ്പിൾ ഒന്ന് പാടാം. ഓക്കെ, അമ്പിയച്ച് അങ്ങനെ പാടിക്കും. എല്ലാരും നമ്മൾ ഏറ്റുപാടണോ പിന്നെ പാടണം? പൂവിളിൽ മുഖം പൊന്നായി മുത്തം വയ്ക്കും പൂവിളിൽ നീ വരൂ പൊന്നോണത്തുമ്പി മ്യൂട്ടായി പോയി. അതും ഫെയില്, അതും കൈവിട്ടു പോയി. മാത്രം പാടുന്നു. എൽമെക്സിലുള്ള ചേച്ചി എല്ലാരും വേറെ വേറെ സംസാരിക്കുമ്പോ മിക്സപ്പ് ആവുന്നു, അതുകൊണ്ടാണ്. എനിക്ക് വേറെ പാട്ട്. ജയ്മോൾ ബാബു, ഓക്കെ. ഞാൻ എല്ലാരും മ്യൂട്ട് ചെയ്യാം. അമ്പിയച്ചി ഒരു കാര്യം ചെയ്യും. അമ്പിയച്ചി നല്ല ഒരു കവിതയോ ഏതെങ്കിലും ഒന്ന്. അല്ല, അമ്പിയച്ചിന് ശരിക്കുള്ള പാട്ട് പാടിയില്ലല്ലോ നിങ്ങൾ. ഒരു നല്ല പാട്ട് നിങ്ങൾ പാടിയിട്ട് നമുക്ക് നിർത്താം. നിങ്ങൾ തന്നെ നല്ല മനോഹരമായ ഒരു പാട്ട് പാടും. കവിത ഉണ്ടെങ്കിൽ കവിത, എന്റെ കവിത ഉണ്ടെങ്കിൽ ഉത്രാടപ്പൂ നിലാവേവാ, മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ. ഉത്രാടപ്പൂ നിലാവേവാ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്ങം മലയാക്കി അണിഞ്ഞുവല്ലോ. പുലരുന്ന പൊന്നോണത്തിൽ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി വാ. ഉത്രാടപ്പൂ നിലാവേവാ, തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്കെല്ലാം പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ വയറിന്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ. അവർക്കോണം കോടിയായി നീ വാ. ഉത്രാടപ്പൂ നിലാവേവാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ. ഉത്രാടപ്പൂ നിലാവേവാ. താങ്ക് യു. പ്രസീത, നന്ദി പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. മണി 11 വേണ്ട രാവിലേക്ക്. അതെ, ഇതുവരെ നമ്മളെ സപ്പോർട്ട്, നമ്മളുടെ ഈ പ്രോഗ്രാം ആസ്വദിച്ചിരുന്ന എല്ലാവർക്കും ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ 1000 നന്ദി. പിന്നെ നമ്മൾക്ക് ഈ വിരുന്നൊരുക്കി തന്ന ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ സാറിനും മാമിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.
താങ്ക് യു ഓൾ. താങ്ക് യു മാത്രമേ പറയാനുള്ളൂ. ഹൃദയം നിറഞ്ഞ ദിവസം. സ്നേഹവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും കരുതലും സന്തോഷവും ഒക്കെയാണ് എനിക്ക് ഏറ്റവും ചേർത്ത് വെക്കാൻ പറ്റുന്നത്. സന്തോഷമെന്ന് വാക്കുകളിൽ നിന്നും പറഞ്ഞാൽ തീരുന്നു തോന്നുന്നില്ല. അതിനപ്പുറത്തും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും നമുക്ക് ഒരുപാട് ഉയരങ്ങൾ, ഒരുപാട് മാറ്റങ്ങളിലൂടെ ഒരുപാട് ഉയരങ്ങൾ താണ്ടാൻ നമുക്ക് സാധിക്കട്ടെ. സഭാകമ്പവും അതുപോലെയുള്ള നമ്മുടെ എന്താ പറയുക, മറ്റുള്ള നമ്മൾക്ക് തോന്നിയ, നമ്മൾ ചേർത്ത് വെക്കുന്ന ചില അരുതായ്മകൾ, നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ നെഗറ്റീവുകൾ, നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ മനസ്സിൻ്റെ ബ്ലോക്കുകൾ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നമുക്ക് നേരത്തെ പാടിയ ദേവർജനെ പോലെ അൺകണ്ടീഷണലായിട്ട് എവിടെയും എങ്ങനെയും നമുക്ക് എന്താ അറിയുന്നു അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഈഗോ എന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്വയം ആ ബോധമില്ലാതെ എങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലവിങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമായി നമുക്ക് എന്നും ഇത് കൊണ്ടുപോകാൻ സാധിക്കണം. ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ വരാൻ സാധിക്കണം. അവരെല്ലാം ജീവിതത്തിൻ്റെ എന്താ പറയുക സമസ്ത മേഖലയിലും വിജയിക്കാനും എല്ലാവരെയും ഒരുപോലെ കാണാനും സന്തോഷിക്കാനും ഇങ്ങനെ പുഞ്ചിരിക്കാനും പറ്റുന്ന തരത്തിലേക്ക് നമുക്കിതിനെ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുക. നിങ്ങളുടെ ചെറിയ ചെറിയ വിഷയങ്ങളാണ് നമുക്ക് വലുതായി തോന്നുന്നത്. വലിയ വിഷയങ്ങളെ നമ്മൾ കാണുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തി നമുക്ക് ജീവിതത്തിൽ അടിച്ച് പൊളി നന്നായിട്ട് പോകാൻ സാധിക്കട്ടെ. അതിന് സർവേശ്വരൻ്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ദിവസം നമുക്ക് വെക്കാം. നാളെ മുതൽ വീണ്ടും രാവിലെ മെഡിറ്റേഷൻ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരു മിനിറ്റ്, നമ്മള് സമ്മാനം ലഭിച്ചവർ ഒരു ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിനകത്ത് സെൻഡ് ചെയ്യണേ. സമ്മാനം അയച്ച പേരുകളൊന്ന് വായിക്കോ. ഇതിലൊക്കെ പാട്ടുപാടിയിൽ സമ്മാനം ആർക്കാ കൊടുത്തത് നിങ്ങൾ അത് പറഞ്ഞില്ല. നിങ്ങൾ ഓരോ കാറ്റഗറി സമ്മാനം കൊടുക്കണേ. ക്വിസിൽ സമ്മാനം ഒഴിച്ചവര്, പാട്ടുപാടിയിൽ സമ്മാനം, അങ്ങനല്ലേ? പോസ്റ്റർ ഉണ്ടാക്കണം, ഒരു ഫോട്ടോ വേണം. ആർക്കൊക്കെയാണ് സമ്മാനം കിട്ടിയെന്ന് അവരോട് പറയട്ടെ. ആശാലക്ഷ്മി അൺമ്യൂട്ട് ചെയ്യാ ആശ. പറ്റുന്നില്ലല്ലോ. ഇതില് ഫസ്റ്റ് നമ്മൾ 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചതിനകത്തില് ഫസ്റ്റ് കിട്ടിയത് രാജി മുരളി. പിന്നെ നമ്മള് അല്ലാതെ സുന്ദരിക്ക് പൊട്ടുവിടാനുള്ളതില് MV ഷമീറ. പാട്ടുപാടിയതില് എല്ലാവരും അവരവരുടെ കഴിവുകൾ അനുസരിച്ച് നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. അതില് അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ഫോട്ടോ ഒന്ന് അഡ്മിൻ അയച്ചു കൊടുക്കുക. ആരൊക്കെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എല്ലാവരുടെയും ഫോട്ടോ അയച്ചെടുക്കുക കേട്ടോ. അതുപോലെ സാറേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതില് വന്നിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ടൊക്കെ വിളിച്ചത്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നതൊക്കെ. വരാനിരിക്കുന്നേ ഉള്ളൂ, നീ പൂരം കാണാനിരിക്കുന്നേ ഉള്ളൂ. ശരി, ഞാൻ ഗ്രൂപ്പിലൊരു മെസ്സേജ് അയച്ചില്ലേ, ഇതും കടന്നു പോകുന്നു. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യിപ്പിച്ചില്ലേ? താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു സമ്മാനമുണ്ട്. അടിപൊളി ഓണസമ്മാനം അയച്ചു തരും കേട്ടോ. ഒരു വിഷയമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ പിരിയാം. താങ്ക് യു മാം. എല്ലാവരോടും നന്ദി.